നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാണ് ഹദീസ്. സുബ്ഹാനല്ലാഹ്. ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, ആ റസൂലുള്ളാഹിന്റെ പറച്ചിലിന് ശേഷം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വാഹനം തയ്യാർ ചെയ്ത് പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു മനോദാർഢ്യവും സാമ്പത്തികമായ സൗകര്യവും എനിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, വാന അക്സറു അഹ്ലി ബൈത്തിൽ യൗമ വഅയ്സറുഹു, ഇന്ന് എന്റെ കുടുംബത്തിൽ വെച്ച് ഏറ്റവും നല്ല മുതലാളി ഞാനാകുന്നു നബിയെ, ഞാനാകുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന സഹോദരൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, കുടുംബത്തിൽ തന്നെ ഏറ്റവും നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾ ഞാനാണ്. ഞാനിത് പറയുന്നത് നല്ല മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന് അല്ലാഹു തആല പ്രതിനിധിയായി പകരമായി നൽകുമെന്നുള്ളതിനാണ്. അല്ലാതെ ഭാര്യക്കും മക്കൾക്കും ഒന്നും വെക്കാതെ മുഴുവനും ദൂർത്തടിച്ചു കളയാനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്കല്ല. ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനാൽ താൻ പരാജയപ്പെടും എന്നൊരാൾക്കും തോന്നിപ്പോകേണ്ടതില്ല. ഇൻഫാഖ് എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ ഒട്ടും കുറവില്ലാത്ത പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു തആല അവനെ അതിന് പകരമായി നൽകും എന്നുള്ളതിനുള്ള സപ്പോർട്ടായ തെളിവുകളാണ് ഞാനിവിടെ വായിച്ചത്. സഹോദരന്മാരെ, ഇനി നമുക്ക് പറയാനുള്ളത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതും തിരുഹദീസിൽ പഠിപ്പിച്ചതും പകരം കിട്ടുമെന്ന് പറഞ്ഞതും ഈ ഇൻഫാഖുകൾ, സാമ്പത്തികമായ വിനിയോഗങ്ങൾ, അല്ലാഹു പ്രശംസ പറയുന്ന അല്ലെങ്കിൽ നിസ്കാരത്തോടും ഈമാനിനോടും കൂട്ടിക്കെട്ടാൻ പറയുന്ന ഇൻഫാഖ് എന്ന് പറയുന്നത് ഏത് ഇൻഫാഖാണ്? ബാങ്ക് കൊടുക്കും. അല്ലെങ്കിൽ ഈ സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള വഴികൾ വിവിധ തരങ്ങളിലൂടെ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നാം ഒക്കെയും പലപ്പോഴും കേട്ട് പരിചയമുള്ള സൂറത്തുൽ ഇൻസാനിന്റെ 8 മുതൽ 22 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا. മനുഷ്യൻ ഭക്ഷണം കൊടുക്കണം. അത് ഒരു സാമ്പത്തിക വിനിയോഗത്തിന്റെ മാർഗമാണ്. ഈമാനിനോടും നിസ്കാരത്തിനോടും ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞ അള്ളാഹു പ്രശംസ പറഞ്ഞ വിനിയോഗത്തിന്റെ വകുപ്പുകളിൽപ്പെട്ട ഒരു വകുപ്പാണ് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്. പക്ഷേ ആർക്ക് ഭക്ഷണം കൊടുക്കണം? മിസ്കീൻ, അഗതിയായ ആൾക്ക് ഭക്ഷണം കൊടുക്കണം. വയത്തീമൻ, അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. വ അസീറ, ബന്ധനസ്ഥരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ ഭക്ഷണം കൊടുക്കലും കാരുണ്യ പ്രവർത്തനങ്ങളും സാമ്പത്തിക വിനിയോഗത്തിന്റെ മാർഗങ്ങളായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗ്യം വിശദമായി സംസാരിക്കുകയല്ല. സാമ്പത്തിക വിനിയോഗ മാർഗങ്ങൾ ധാരാളമുണ്ട്. ആ ഭാഗത്തേക്ക് സുദീർഘമായി ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സാമ്പത്തികമായ വിനിയോഗത്തിൽ മനുഷ്യന് പ്രതിഫലം കിട്ടുന്നതും ഈമാനിനോടും നിസ്കാരത്തിനോടും കൂട്ടിച്ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതുമെല്ലാം യതീമക്കൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ്, അഗതികൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ഭാഗം മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ശരീഫിൽ വെറും മിസ്കീനിന്റെ കഥ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, യതീമിന്റെ കഥ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പകരം അല്ലാഹു തആല പറയുന്നു, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഖുൽ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, പറഞ്ഞു കൊടുക്കണം,
എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? വിവരമില്ലാത്ത ആളുകൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഉത്ബോധനം ചെയ്യണം. മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ വല്ല ഖൈറും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ചെലവഴിക്കുന്നത് ഫലിൽ വാലിദൈൻ, അത് മാതാപിതാക്കൾക്കായിരിക്കട്ടെ. വെറും യത്തീം മക്കളല്ല, വെറും മസാക്കീനെ മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ബഖറയുടെ 215 ആയത്തിൽ അള്ളാഹു വ്യക്തമായി പറയുകയാണ്, നമ്മുടെ ആരുടെയും നിഘണ്ടുവിലില്ലാത്ത, നമ്മുടെ റഡാറിൽ പതിയാത്ത ചില നന്മ വിനിയോഗത്തിന്റെ മാർഗം അള്ളാഹു വെട്ടിത്തുറന്ന് പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, കുടുംബക്കാർക്ക് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനിതിന്റെ ശകലം ഒരു വിദേശ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലിന് പോകുന്ന ആളുകൾ, തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിയ്യത്ത് ശരിപ്പെടുത്തുക എന്ന വിഷയം ചർച്ച ചെയ്ത സ്ഥലത്ത് ഇതിനെ ചുറ്റിപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ വിശദാംശം നമ്മുടെ സഹോദരിമാർക്ക് കൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ ഒരു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ആമുഖമെന്നോണം ഞാൻ ഈ വിഷയത്തിലൂടെ ചർച്ച നടത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ ചെലവഴിക്കുന്ന വല്ല നന്മയുമുണ്ടെങ്കിൽ ഫലിൽ വാലിദൈൻ, ആദ്യമായി അല്ലാഹു എണ്ണുന്നത് അത് മാതാപിതാക്കൾക്കായിരിക്കട്ടെ. വൽ അഖ്റബീന, രണ്ടാമതായി അല്ലാഹു എണ്ണുന്നത് അടുത്ത കുടുംബക്കാർ, മാതാവിന്റെ കെയർ ഓഫിലൂടെ ബന്ധം സ്ഥാപിക്കേണ്ട കുടുംബക്കാർ, പിതാവിന്റെ കെയർ ഓഫിലൂടെ തനിക്ക് കണക്റ്റഡ് ആകുന്ന ആളുകൾ, താനുമായി ബന്ധം പുലർത്തുന്ന മാതാവിന്റെയോ പിതാവിന്റെയോ ഭാഗത്തിലൂടെയുള്ള കുടുംബക്കാർക്കാണ് അഖ്റബീൻ എന്ന് പറയുന്നത്. ഈ കുടുംബക്കാർക്കും അവൻ ചെലവഴിച്ചു കൊള്ളട്ടെ. വല്യതാമ, മൂന്നാമതായിട്ടാണ് അല്ലാഹു തആല എണ്ണുന്നത് യതീമക്കൾക്കും, വൽ മസാക്കീനി, അഗതികൾക്കും, വബിനിസ്സബീലി, വഴിയെ പോകുന്ന ആളുകൾ, സഞ്ചാരികൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും. ഇതെല്ലാം അള്ളാഹു എണ്ണിയിട്ട് പറയുന്നു, വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ വല്ല നന്മയും പ്രവർത്തിച്ചാൽ അല്ലാഹു തആല നിശ്ചയമായും അത് അറിയുന്നുണ്ട്. സഹോദരന്മാരെ, മനസ്സിലായോ? നമ്മുടെ മാതാവിന് അല്ലെങ്കിൽ പിതാവിന് നമ്മുടെ കിശയിൽ നിന്ന് വല്ല കാശും പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്കാകട്ടെ കുടുംബത്തിനാകട്ടെ, നമ്മുടെ അളാപ്പക്കോ നമ്മുടെ അമ്മായിക്കോ മൂത്തമ്മക്കോ അമ്മാവനോ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും വല്ലതും ശകലവും നമ്മുടെ പക്കൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, അല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിൽ ഓർമ്മ വേണം. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമ വൽ മസാകീൻ വബിനിസ് സബീലി വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. കാരണം എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നു, മാ അൻഫഖൽ മർഉ അലാ നഫ്സിഹി. നബി തങ്ങൾ വിശദീകരിച്ചപ്പോൾ കുറച്ചുകൂടെ വിശാലമായി പറയുകയുണ്ടായി, മാ അൻഫഖൽ മർഉ അലാ നഫ്സിഹി വ വലദിഹി വ അഹ്ലിഹി വ ദീ റഹ്മി വ ഖറാബത്തിഹി ഫഹുവ ലഹു സദഖ. മാ അൻഫഖൽ മർഉ, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നത്, അലാ നഫ്സി, തന്റെ സ്വന്തം ശരീരത്തിന്മേലിലും, വ വലദി, സന്താനത്തിനും, വ അഹ്ലി, ഭാര്യക്കും കുടുംബത്തിനും, വ ദീ റഹ്മിഹി, അവരുമായി കുടുംബബന്ധമുடைய ഏതൊരു രക്തബന്ധമുള്ള ആർക്ക് ചെലവഴിക്കുകയാണെങ്കിലും, വ ഖറാബത്തി, അവനുമായി കുടുംബബന്ധമുള്ള ആർക്ക് ചെലവഴിച്ചാലും, ഫഹുവ ലഹു സദഖ, അത് അവന് സ്വതക്കയാണ് കേട്ടോ. സ്വതക്കയുടെ ബൗണ്ടറിയിൽപ്പെട്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറയുന്ന ഹദീസ് ഇമാം തുബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എത്രത്തോളം പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തില് അപരനെ പോലുമല്ല, സ്വന്തം ശരീരത്തെ പോലും എണ്ണി. പക്ഷെ ഇവിടൊക്കെ വ്യത്യാസം, എവിടെയാണ് പ്രശ്നം? നമ്മുടെ സ്വന്തം ശരീരത്തിന് എത്ര കാലമായി നമ്മൾ തിന്നാൻ കൊടുക്കുന്നു? നമ്മുടെ ഉമ്മാക്ക് എത്ര കാലമായി നമ്മൾ തിന്നാൻ കൊടുക്കുന്നു? ഉപ്പാക്ക് എത്ര കാലമായി തിന്നാൻ കൊടുക്കുന്നു? മക്കൾക്ക്, ഭാര്യക്ക്, അല്ലേ? നമ്മുടെ കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് പലർക്കും നമ്മൾ പല സഹായങ്ങളും ചെയ്യുന്നില്ല, എത്ര കാലമായി? പക്ഷേ
ഇവിടെയെല്ലാമുള്ള വിഷയം എന്താണെന്നറിയോ? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുണ്യകർമ്മമായി പഠിപ്പിച്ചു തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുകയാണെന്നുള്ള ഒരു കരുത്തിന്റെ ഒരു പിന്തുണ മാത്രമാണ് നമുക്ക് ആവശ്യം. അത് പലപ്പോഴും നമുക്കില്ല. ഇവിടെയാണ് നമ്മുടെ പരാജയം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പഠിപ്പിച്ചു, തിരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ ഒരു പടി കൂടെ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കിടന്ന് ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന സ്വദഖത അലാ ദീ ഖറാബത്തിൻ യുളഇഫു അജ്റഹാ മറത്തൈൻ. കണ്ടോ എന്താ പറഞ്ഞത്? കുടുംബബന്ധമുடைய ആളുകൾക്ക് നിങ്ങൾ വല്ലതും ധർമ്മം ചെയ്യുന്നത് കൂലിയെ ഡബിളാക്കി തീർക്കുമെന്നാ പറയുന്നത്. സാധാരണ ഒരാൾക്ക് കൊടുക്കുന്നത് പോലെയല്ല, കൂലിയെ അത് ഡബിളാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, കൂലിയെ ഇരട്ടിപ്പിച്ച് കളയും. കണ്ടില്ലേ? അതെന്താ? കുടുംബബന്ധമുള്ള ആർക്ക് ചെലവഴിച്ചാലും അതിന് പ്രതിഫലം ഇരട്ടിയായി പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. സാധാരണ പോലെയല്ല. കാരണം അവിടെ കെയർ ഓഫ് രണ്ടാണ്. എന്താ രണ്ട് കെയർ ഓഫ്? ഒന്ന് കുടുംബബന്ധം എന്ന കെയർ ഓഫ്, ആ കുടുംബബന്ധത്തിനെ സുദൃഢമാക്കുക എന്നൊരു സംഭവം അവിടെ ഉണ്ടാകും. സ്വതക്ക കൊടുക്കുക എന്നുള്ള മറ്റൊരു സംഭവം. അല്ലാഹു തആല ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ചൊരു സംഭവം വേറെയില്ല. കുടുംബബന്ധം സുദൃഢമായി നിൽക്കുന്നതിന്റെ പോരിശയും പവറും ഹദീസുകളുടെ താളുകൾ പരിശോധിച്ചാൽ എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത വിധം സമർത്ഥമായി നിലകൊള്ളുന്നു. അള്ളാഹുവിന് ഇത്രയേറെ ഇഷ്ടമുള്ള ഒരു കർമ്മം വേറെ ഇല്ല എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബബന്ധം ചാർത്തുന്നതിനെ കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെയുള്ള കുടുംബബന്ധത്തെ സുദൃഢമാക്കാൻ കാരണമാകുന്ന ധർമ്മമാണോ എങ്കിൽ അത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? കാരണം എന്താ? സ്വതക്ക കൊടുക്കുക എന്നുള്ളതും അത് കുടുംബബന്ധം സുദൃഢമാക്കാൻ കാരണമായി തീരുക എന്നുള്ളതും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രൂപത്തിലായി തീരുന്നു. ഇത് വല്ലാത്ത പ്രാധാന്യമാണ് ഇസ്ലാം കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് സൽമാൻ ഇബ്നു അമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയും. അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ വഅലാ ദിർഹമി സിൻതാനി സദഖത്തും വസില. കണ്ടോ? ഇതൊന്നും നമ്മൾ വെറുതെ പറയല്ല. മിസ്കീനിന്റെ മേലിൽ, ഒരു അഗതിയുടെ മേലിൽ കേവലം ഒരു അഗതി എന്ന കെയർ ഓഫിൽ മാത്രം ഒരാൾക്ക് ധർമ്മം കൊടുക്കുന്നത് അതൊരു സ്വതക്ക മാത്രമാണ്. എന്നാൽ വഅലാ ദിർഹമി, കുടുംബബന്ധമുடைய ആൾക്ക് കൊടുക്കുന്നതോ സിന്താനി, അത് രണ്ട് കാര്യമാണ്. സ്വതക്കത്തും വസിലത്തുൻ, അത് സ്വതക്കയും ആണ് കുടുംബബന്ധം ചാർത്തലും ആണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. മഹദി സൈനബ് സഖീഫത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമാണ്. അവിടുത്തെ ചെരുപ്പിന്റെ ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് പിടിച്ചുപറ്റിയ നേതാവാണ്. അവിടുത്തെ മഹദിയാകുന്ന സൈനബത്ത് സഖഫിയ റളിയല്ലാഹു അൻഹാ മഹദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പെണ്ണുങ്ങളോടുള്ള വനിതാ ക്ലാസിൽ പെണ്ണുങ്ങളോടുള്ള ഒരു അഭിസംബോധനത്തിൽ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളെ ചെലവഴിച്ചോളൂ, സ്വതക്ക ചെയ്തോളൂ, നിങ്ങളുടെ ആഭരണം എടുത്തിട്ടെങ്കിലും സ്വതക്ക ചെയ്തോളൂ. ചില സാധുക്കളുണ്ട് സെൽഫി കുൽപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ അവരെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് എന്റെ നാവ് കേടുവരുത്തുന്നില്ല. പെണ്ണുങ്ങളുടെ ചിറ്റി മുറിക്കുന്ന വയല് പറയും നമ്മുടെ പഴയ കാരണവന്മാരായ നമ്മുടെ പഴയ ഉസ്താദുമാരെല്ലാം അതിനെ പരിഹസിക്കുന്ന ജന്തുക്കളുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച സംഭവമാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളിൽ എടുത്തിട്ടെങ്കിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കൂന്ന. പെണ്ണുങ്ങളെ കയ്യിൽ ആഭരണം ഉണ്ടാവും, അന്നുണ്ട് ഇന്നുണ്ട്, അത് സ്വതക്ക ചെയ്യുമെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മഹദി പറയാണ്, ഞാൻ വീട്ടിലോട്ട് മടങ്ങി. എന്റെ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ അവിടത്തോട് പറഞ്ഞു, പുതിയാപ്പള, നിങ്ങൾ ഒരു വളരെ കയ്യൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യനല്ലേ, ഒരു ദരിദ്രവാസിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക കൊടുക്കണേ എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വനിതാ ക്ലാസ്സിൽ, പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ്സിൽ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഒരു ചെറിയ ആശ മനസ്സിൽ തോന്നുകയാണ്. എന്താണ്? നിങ്ങളൊന്ന് നബി തങ്ങളോട് പോയിച്ച് ചോദിക്കണം. സ്വതക്ക കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങളോട് നബി തങ്ങൾ ഉപദേശിച്ചപ്പോൾ ആ സ്വതക്ക നിങ്ങളിലേക്ക് നൽകിയാൽ കൂലി കിട്ടുമോ? ഭർത്താവാണല്ലോ, സ്വന്തം കുടുംബത്തിൽ കിടന്ന് കളിക്കില്ലേ, പുറത്തേക്ക് പോണില്ലല്ലോ. അപ്പൊ അത് കൂലി കിട്ടുമോ? അത് റസൂലുള്ള പറഞ്ഞ സ്വതക്കാവോ, അല്ല വേറുള്ള അപരനിലേക്ക് തന്നെ കൊടുക്കേണ്ടി വരുമോ? ഒന്ന് പോയി ചോദിച്ചു നോക്കി എന്ന് പുതിയാപ്പളിനോട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലി ഇത്തി അന്തി, നീ തന്നെ പോയി ചോദിച്ചോന്നാണ്. നീ തന്നെ പോയി ചോദിച്ചോന്നാണ്. പന്തലക്കത്തു, ഞാൻ പോയി, സൈനബ ബീവി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ കോടതിയാണ് എല്ലാറ്റിലും പരിഹാരം. അപ്പൊ അവിടത്തേക്ക് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് റസൂലുള്ള മസ്ജിദ് നബവിയിലോ മസ്ജിദുൽ ഖുബായിലോ എവിടെങ്കിലും ഉണ്ടാവും. അവിടെ പോയപ്പോഴേക്ക് പള്ളിയിൽ പോന്ന് തന്നെ കുരുമാലുണ്ടാക്കണ്ട, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം പോകും. ബഹുമാനപ്പെട്ട സൈനബത്ത് സഖ്ഫി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, മഹദി പറയാണ്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഗേറ്റിങ്ങിൽ വാതിൽക്കൽ വേറെ ഒരു പെണ്ണുണ്ട്, അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണാണ്. ഞാൻ എന്ത് പ്രമേയവുമായിട്ടാണോ വന്നത് അതേ പ്രമേയമാണ് മഹദിയുടെയും പ്രമേയം. ഹാജത്തുഹാ ഹാജത്തീ. ഭർത്താക്കൾ ചിലപ്പം വളരെ പാവപ്പെട്ടവരാവും, ഭാര്യമാര് മുതലാളിമാരായിട്ടല്ല, അവരുടെ കയ്യിൽ ചിലപ്പോൾ ചിറ്റുകളോ കമ്മലുകളോ ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പം ഭർത്താക്കൾക്ക് ഉണ്ടാവില്ല, ഭർത്താക്കൾ കമ്മലിടൂലല്ലോ. അതുകൊണ്ട് ഭാര്യമാര് അങ്ങനെയാണ് സാമ്പത്തിക ശേഷിയുള്ളവരാകുന്നത്. ഈ നിലയിൽ എന്റെ അതേ ആവലാദിയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ അൻസ്വാറുകളിൽപ്പെട്ട ഒരു പെണ്ണ് അവിടെ വന്നു നിൽക്കുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാംഭീര്യത്തിന്റെ മുഖവുമായി നിൽക്കുകയാണ്. ആ സമയത്തേക്ക് വാതിൽക്കൽ നിന്ന് ഉള്ളിലോട്ട് തല ഉയർത്തിക്കൊണ്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തോന്നുന്നില്ല. ആ സമയത്ത് ഉള്ളിൽ നിന്നതാ റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്ന് നോക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്ന്, അങ്ങനെയുണ്ടല്ലോ ചില ഉസ്താദുമാരുടെ അരികില് ആരെങ്കിലും വന്നാല് അവർക്ക് നേരിട്ട് ചിലപ്പോൾ റൂമിലേക്ക് കടക്കാൻ പേടിയാണെങ്കിൽ റൂമിൽ ഉസ്താദൻ മഹാര ഖാദിമോ ആരോ ഉണ്ടെങ്കിൽ വന്നിട്ട് എന്താ ആവശ്യം എന്ന് പോയി ചോദിക്കൂലേ, ഇതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പം സൈനബ് ബീവി പറയാ, ബിലാലെ, നിങ്ങൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയിട്ട് പറയണം, രണ്ട് പെണ്ണുങ്ങൾ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. യസ്അലാനിക അതുജ്സി സ്വദഖത്തു അൻഹുമാ അലാ അസ്വാജിഹിമാ, ഭർത്താക്കൾക്ക് സ്വതക്ക കൊടുത്താൽ മതിയാകുമെന്നാണ് രണ്ടു കൂട്ടരും ചോദിക്കുന്നത്. വാല ഐത്താമിൻ ഫീ ഹുജൂരിഹിമാ, അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അനാഥ മക്കളെ കണ്ട് അവർക്ക് കൊടുത്താൽ സ്വതക്ക വീടുമോ എന്നാണ് ചോദിക്കുന്നത്. വലാ തുഖ്ബിർഹും മൻ നഹനു, ഞങ്ങൾ ആരാണെന്ന് പറയണ്ട, നിങ്ങൾ ഇങ്ങനെ ആരോ ചോദിക്കണമെന്ന് പറഞ്ഞാൽ മതി. രണ്ട് പെണ്ണുങ്ങള് ചോദിക്കാണ്, ഞങ്ങൾ ആരാണ്, നിങ്ങൾ ഐഡന്റിറ്റി പറയണ്ടെന്ന. സുബ്ഹാനല്ലാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, മൻഹുമാ, ആരാണ് ആ രണ്ട് പെണ്ണുങ്ങളെന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇംറാത്തു മിനൽ അൻസാരി വ സൈനബു, ഒന്ന് അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണാണ്, മറ്റു നമ്മളെ സൈനബാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ പെണ്ണുങ്ങള്. ആരാണ് പറയേണ്ടതെന്ന സംഖ്യ കേൾക്കോ, ആളെ പറയണ്ടേ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞു കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുസയാനിബി, ഏത് സൈനബാണ് ചോദിച്ചു. സൈനബ പലതുണ്ടല്ലോ, ഏത് സൈനബാന്ന് ചോദിച്ചു. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ തന്നെ അതാ ഫത്വ കൊടുക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ അജ്റാനി, അജ്റുൽ ഖറാബത്തി വ അജ്റുസ് സദഖത്തി, ആ രണ്ട് പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണം ബിലാലേ, രണ്ട് കൂട്ടക്കാർക്കും പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലമല്ല, ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. ലഹുമാ അജ്റാൻ, രണ്ട് കൂട്ടക്കാർക്കും രണ്ട് കൂലിയുണ്ട്. ഒന്ന് അജ്റുൽ ഖറാബത്തി, മറ്റൊന്ന് അജ്റുസ് സദഖത്തി. ഒന്ന് കുടുംബ ബന്ധം ചാർത്തേണ്ടുന്ന ബന്ധം ചാർത്തി എന്നുള്ള കൂലിയാണ്, മറ്റൊന്ന് അജ്റുസ് സദഖത്തി, മറ്റൊന്ന് സ്വതക്കയുടെ കൂലിയുമാണ്. കുടുംബ ബന്ധത്തിന്റെ കൂലിയും സ്വതക്കയുടെ കൂലിയും. റവാഹുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ഒത്തു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാനിത് പറയുന്നത് എന്തിനാണ്? ഒന്നുകൂടെ നമ്മുടെ വിഷയങ്ങൾ, ഞാനിത് വെറുതെ പറയുകയല്ല എന്ന് നിങ്ങൾക്ക് ബലപ്പെടുത്താൻ കൃത്യമായി രേഖസഹിതം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഉദാത്തമായ ആരാധനകളുടെ കൊടുമുടികളിലാണ് എന്ന കാര്യം വിസ്മരിച്ചു പോകരുത് എന്നതിനുള്ള ആമുഖങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇദാ അൻഫഖ അർറജുലു അലാ അഹ്ലിഹി നഫഖതൻ വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖതൻ. ആണോ? ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. എവിടെയാണ് നമുക്കുള്ള പാളിച്ചാന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇന്ന് മുതൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും വീട്ടിലുള്ള സേവകന്മാരും എല്ലാവരും മനസ്സിലാക്കിക്കോ, ഈ ഹദീസുകളൊന്നും നിങ്ങൾ പൊട്ടായി നിങ്ങൾ അവഗണിക്കരുത്. ഇത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആരാധനകളുടെ ഒരുപാട് 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 സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ കാരണമായ ആരാധനകളുടെ ഉദാഹരണങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇദാ അൻഫഖ അർറജുലു അലാ അഹ്ലിഹി നഫഖതൻ, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ മേലിൽ ഒരു ചെലവഴിച്ചാൽ വഹുവ യഹ്തസിബുഹാ, അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. വഹുവ യഹ്തസിബുഹാ, അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അവൻ ആ ചെലവഴിക്കുന്നതിന് കൂലി പ്രതീക്ഷിക്കുന്നു, നിയ്യത്ത് ശരിപ്പെടുത്തുന്നു, ഇത് ആഖിറത്തിന്റെ പ്രവർത്തനമാണെന്ന് അവൻ മനസ്സിൽ കരുതുന്നു എങ്കിൽ കാനത് ലഹു സദഖതൻ, അത് അവന്റെ സദഖയായി തീരും. ഈ അടിവരയിട്ട് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞ, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ആ ഭാഗം എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഇക്കാലം അത്രയും നമുക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ നാം ഇത്രയും കാലം ചെയ്ത കർമ്മങ്ങൾക്ക് വലിയ കർമ്മങ്ങളാണ്. ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ ഭാഗം നമ്മൾ പരിഗണിച്ചിട്ടില്ലേ? ഇന്ന് മുതൽ ശ്രദ്ധിച്ചോളൂ. ഇതുവരെയുള്ളത് നമുക്ക് ഏതായാലും ഔട്ടായിപ്പോയി എന്ന് മനസ്സിലാക്കുക. ഇന്ന് മുതൽ നാം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും വലിയ വലിയ ആരാധനകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഈ ആമുഖങ്ങളെല്ലാം ഇത്രയേറെ പറഞ്ഞു വന്നത്. മനുഷ്യൻ ചെലവഴിക്കുന്നതിന്റെ പ്രാധാന്യം, ചെലവഴിക്കുമ്പോൾ തന്നെ ഏതെല്ലാം വകുപ്പുകളിൽ ചെലവഴിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യം, ആ വകുപ്പുകളിൽ നിന്ന് തന്നെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒന്നല്ല ഒന്നിന്റെ ഇരട്ടിയായി തീരുന്ന പ്രതിഫലം എവിടെ ചെലവഴിക്കുമ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞാൻ ഒരു തൃപ്തിയുമായി ക്രമപ്രകാരം വരാനുള്ള കാരണം എന്താണെന്നറിയോ? നമുക്ക് പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വിശ്വാസക്കുറവ് സംഭവിച്ചു. അതിനുവേണ്ടിയാണ് ഇത്രയും ഞാൻ ആമുഖങ്ങളിലൂടെ കടന്നു വന്നത്. സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ സംശയം നിവാരണം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ സംശയം ദൂരീകരിക്കപ്പെട്ട വിഷയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അദ്ദേഹം നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല ഒരു ചെറുപ്പക്കാരനാണ്, നല്ല കായിക ശേഷിയുള്ള മനുഷ്യനാണ്. സ്വഹാബത്ത് പറഞ്ഞു, ലൗകാന ഹാദാ ഫീ സബീലില്ലാഹ്, ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതിൽ പെട്ടിട്ടുണ്ടാകാം, എന്നാൽ ഞാൻ സാന്ദർഭികമായി വിഷയത്തോടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഇത്രയും നല്ല കായിക ബലമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ സേവനം അള്ളാന്റെ മാർഗത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ നബിയേ. എത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ, ഇയാളെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇയാളെ നമ്മളെ പള്ളിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ ദീനിന് കിട്ടിയിരുന്നെങ്കിൽ, ആരോഗ്യത്തിലും അതുകൊണ്ട് അത് ഇസ്ലാമിന് കിട്ടിയെങ്കിൽ, അവന്റെ മാർഗമുള്ള ദഅവാ പ്രവർത്തനത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന നിലയ്ക്ക് അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിൻ സിഗാർ ഫഹുവ ഫീ അലാ നഫ്സി യുഇഫുഹാ
وهو في سبيل الله وإن كان خرج يسعى على أبوين شيخين كبيرين فهو في سبيل الله وإن كان خرج يسعى يا أما مفاخرة فهو في سبيل الشيطان. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞ പറച്ചിൽ വല്ലാത്ത പറച്ചിലാണ്. ഞാൻ മുമ്പൊരിക്കൽ വിശുദ്ധ റമളാൻ മാസത്തിൽ മഞ്ചേശ്വരത്ത് മൽഹർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ സ്ഥാപനമാണ്, അവിടെ റമളാനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സമയത്ത് റോട്ടിന്മേലെ ദാറിന്റെ പണി നടക്കുകയാണ്. നല്ല കൊടിയ വേനലിന്റെ സമയം, നല്ല വേനലാണ്. ശക്തമായ വേനലിന്റെ ഇടയിലും ആ ദാറിന്റെ പണിക്ക് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ദാറിന്റെ പണിയുടെ ഇടയിൽ നോമ്പ് നോറ്റുകൊണ്ട് തന്നെ അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കാൻ വരും. മുതാലിമീങ്ങൾ നോമ്പ് തുറക്കുന്ന കൂട്ടത്തിൽ അയാള് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നു. ഞാൻ മുതാലിമീങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുകയാണ്, മക്കളെ, നമ്മൾ ഈ പള്ളിയിലിരിക്കുന്ന, ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന സേവനം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മളെപ്പോലും ഓവർടേക്ക് ചെയ്യുന്ന ഒരു വലിയ ചെറുപ്പക്കാരനാണ് നാം ഈ കാണുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പറയാൻ വയ്യ. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ മുതാലിമീങ്ങളോട് പറഞ്ഞു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ വില, സുബ്ഹാനല്ലാഹ്, അത് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പറയുകയാണ്. ഇൻകാന ഖറജ യസ്ആ അലാ സിഗാ വലദിൻ സിഗാ അലാ ബുൽദിൻ സിഗാർ, ചെറിയ മക്കളുടെ പരിപാലനത്തിന് വേണ്ടി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണോ ഈ ആരോഗ്യവാനായ മനുഷ്യൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്? അവരുടെ ചെറിയ മക്കളുടെ പരിപാലനത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, അവർക്ക് തിന്നാൻ കൊടുക്കാൻ, അധ്വാനിക്കാനാണോ ഈ മനുഷ്യൻ പുറപ്പെട്ടിരിക്കുന്നത്? എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇറങ്ങിപ്പുറപ്പെടലാണ്. സ്വഹാബത്ത് സംശയം ചോദിച്ചതെന്താണ്? പടച്ചോനെ, ഇയാളുടെ ഈ ആരോഗ്യം അള്ളാന്റെ ഫീസബീലില്ലാണെങ്കിൽ, അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ എത്ര ഫലം എന്നല്ലേ ചോദിച്ചത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉരുളക്കുപ്പേരി എന്നുള്ള ആൾക്ക് ഇടപെട്ടുകൊണ്ട് പറയാണ്, ഇദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത് ചെറിയ ചെറിയ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ ബാഹ്യമായ വിജയത്തിന് വേണ്ടിയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്, അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ ചെലവ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഫീസബീലില്ലാഹയാണ് മക്കളെ. വൈകാന ഖറജ യസ്ആ അലാ നഫ്സിഹി യുഇഫുഹാ, എന്തിന് മക്കളുടെ അരികിലേക്ക് പോകുന്നു? അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ മറ്റുള്ളവരിലേക്ക് കൈനീട്ടേണ്ടുന്ന, യാചിക്കേണ്ടുന്ന അവസ്ഥയിൽ നിന്ന് ശരീരത്തെ പിടിച്ചു നിർത്തി ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഇദ്ദേഹം സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? എങ്കിൽ വഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇനി വഇൻകാന യഖ്റുജു ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ, ഇവൻ രണ്ട് വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള വലിയ രണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ ഇദ്ദേഹം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഫഹുവ ഫീ സബീലില്ലാഹ്, എങ്കിൽ അതും അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായാണ് വിവരിച്ചു കൊടുക്കുന്നത്. നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയി. പള്ളിയുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രമേ ഇബാദത്താവുള്ളൂ, ഫീസബീലില്ലാവുള്ളൂ, നിസ്കാരപ്പായിൽ ഇരുന്നാൽ മാത്രമേ ഫീസബീലില്ലാവുള്ളൂ എന്ന് തെറ്റിദ്ധാരണ വന്നുപോയി. അല്ല, നബി തങ്ങള് അവസാനം ഒരു ഭാഗം കൂടെ വിടാൻ പാടില്ലാത്തൊരു ഭാഗം കൂടെ അവസാനം കൂട്ടിച്ചേർത്തു. അത് വെച്ചുകൊണ്ടാണ് മാനദണ്ഡം തീരുമാനിക്കേണ്ടത്. അതേതാണ് ആ ഭാഗം? വഇൻകാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറതൻ, ഇയാള് ലോകമാന്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡംബ് നടിക്കാൻ വേണ്ടി, ഫഖ്ർ നടിക്കാൻ വേണ്ടി വലിയ മൊലാളിയാണ് എന്ന്, അല്ലെങ്കിൽ വലിയ ആളാണ് എന്ന് ആൾക്കാരുടെ ഇടയിൽ നാട്യമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടവനാണെങ്കിലോ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അപ്പോഴവൻ പിശാചിന്റെ പാതയിലാണ്. അപ്പൊ പിശാചിന്റെ പാതയിൽ ഒരു മനുഷ്യനായിത്തീരുന്നത് എപ്പോൾ? അള്ളാന്റെ പാതയിലായിത്തീരുന്നത് എപ്പോൾ? കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാരണം എന്താണ്? ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ അതെന്താണോ? പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി പുറപ്പെടാം, അപ്പൊ ഫീ സബീലില്ല. ദുനിയാവ് വേറെ ഏതെങ്കിലും മക്കൾക്കോ ഭാര്യക്കോ മറ്റാർക്കോ കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടാലും ഫീ സബീൽ ചെയ്താൽ നമ്മൾ ഒരിക്കൽ അങ്ങനെയല്ല റസൂലുള്ളാഹി ഒരിച്ചത് എന്നാ പറയുന്നത്.
റസൂൽ ഓഹരിച്ചത് അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഹരി ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണിപ്പറഞ്ഞത് മക്കളെ, സ്വന്തം ശരീരം, മാതാപിതാക്കൾ, കുടുംബങ്ങൾ എല്ലാം എണ്ണിയില്ലേ? നോക്കൂ നിങ്ങള്, എത്ര 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 ഏതെല്ലാം നിലക്കുള്ള ഹദീസുകളാണ്. ചില ആൾക്കാര് പെൺകുട്ടികളെ, അല്ലാഹു തആല പെൺകുട്ടികളാണ് കൊടുത്തതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇനി മൂപ്പരൊരു നഷ്ടപ്രതാപത്തിന്റെ ലേബിളിൽ ആരോടും സംസാരിക്കണം. എന്താ നിങ്ങൾക്ക് കുട്ടികളെത്ര? അതൊന്നും പറയേണ്ട സ്ഥാതെ, 4 പെൺകുട്ടികളാണ്. ഇവരൊരു നഷ്ടം സംഭവിച്ച പോലെ പറച്ചില്. 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളെ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തുമ്പോൾ കിട്ടുന്ന ഭാഗ്യത്തിന്റെ ഉദാഹരണങ്ങൾ എത്ര ഹദീസ് പറയണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല. നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം. ലാ യകൂനു ലി അഹദിക്കും 3 ബനാത്തിൻ ഔ 3 അഖവാത്തിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. എന്താ പറഞ്ഞത്? നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് 3 പെൺകുട്ടികളോ അല്ലെങ്കിൽ 3 സിസ്റ്റേഴ്സ്, 3 സഹോദരിമാരോ ഉണ്ടായാൽ ഫയുഹ്സിനു ഇലൈഹിന്ന, ആ പെൺകുട്ടികളിലേക്ക്, ആ സഹോദരിമാരിലേക്ക് അവൻ നല്ലത് ചെയ്തു കൊടുക്കുന്നു. നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരുടെ സേവനം ഏറ്റെടുത്തിരിക്കുന്നു എങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ ഇല്ല. അല്ലാഹ് എന്താ പറഞ്ഞത് സഹോദരന്മാരെ? എത്ര പ്രവാസി സഹോദരന്മാരുണ്ട് അല്ലേ? വാപ്പ മരിച്ചു പോയിട്ടുണ്ടാവും, ഉമ്മ വൈദവ്യം ബാധിച്ച് വീട്ടിലുണ്ടാകും. ഉമ്മാന്റെ സംരക്ഷണത്തിന് വേണ്ടി 3 പെങ്ങന്മാരെ കെട്ടിച്ചേക്കാനുണ്ട്. അവരുടെ കെട്ടിച്ചേക്കാൻ വേണ്ടി തന്റെ ഭാവി കളഞ്ഞുകൊണ്ട് പോയി എന്നാ ചില ആൾക്കാർ പറയാം. ഭാവി കളയല്ല, ഭാവി ഉണ്ടാക്കുക. തന്റെ ഭാവി ഉണ്ടാക്കാണ്. തനിക്ക് ദിക്റ് ചെല്ലലോ, തഹജ്ജുദ് നിസ്കരിക്കലോ, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് സുവിശേഷം അറിയിച്ചുകൊണ്ട് പറയാണ്, ഇയാൾക്ക് സുവിശേഷം അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 പെൺകുട്ടികളോ 3 സഹോദരിമാരോ. അതൊരു എക്സാമ്പിളാ. 2ന്റെ വേറെ ഹദീസുണ്ട്. ഇതൊരു 3 ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് നബി തങ്ങൾ പറയാ, 3 പെൺകുട്ടികളോ 3 സഹോദരിമാരോ ഒരാൾക്ക് കിട്ടി. എന്നിട്ടോ ഒരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഫഅദ്ദബഹുന്ന വഅഹ്സന ഇലൈഹിന്ന വസവ്വജഹുന്ന ഫലഹുൽ ജന്ന. ഇനി എന്തായിരിക്കും കൂട്ടേണ്ടത്? ആ പെൺകുട്ടികൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുത്തു. അതും വേണം. വെറും തിന്നാൻ കൊടുത്താൽ പോരാ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. തിന്നാൻ കൊടുത്തിട്ട് പെൺകുട്ടികളെ മാറി ഒളിവാക്കി അങ്ങാടിക്ക് ഷോപ്പിംഗ് നടക്കുന്നത് അത് പെൺകുട്ടികളോട് ഭാര്യമാരോട് ചെയ്യുന്ന ഇഹ്സാനല്ല. ഫഅദ്ദബഹുന്ന, അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. വഅഹ്സന ഇലൈഹിന്ന, അവരിലേക്ക് നല്ല ഇഹ്സാൻ പ്രവർത്തിച്ചു, നന്മ ചെയ്തു. വസവ്വജഹുന്ന, ആ പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചു കൊടുത്തു. എന്നാൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ട്. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 3 വേണ്ടേക്കും. 3 വേറെ ഹദീസുകളൊക്കെ ഉണ്ട്. നോക്ക് നിങ്ങള്. മന്നം ഫക്കാലബിനത്തേനി ഔഖ്തയേനി ഔ ദവാത്തൈ ഖറാബത്തിൻ. ഒരു ഹദീസിൽ എങ്ങനെയാണ് എന്താ പറഞ്ഞത്? 2 പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ 2 സഹോദരിമാർക്ക് അവിടെ 2 എണ്ണിയത്. ഔ ദവാത്തൈ ഖറാബത്തിൻ, ഇനി 2 പെൺകുട്ടികളെ സ്വന്തം മക്കളായിക്കൊള്ളണമെന്നില്ല, സഹോദരിമാര് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, കുടുംബ ബന്ധമുള്ള ഏതെങ്കിലും 2 പെൺകുട്ടികളെ എന്നും ഹദീസിൽ കാണാം. ഔ ലവാത്തൈ ഖറാബത്തിൻ, കുടുംബ ബന്ധമുള്ള 2 പെൺകുട്ടികളെ സംരക്ഷണം ഏറ്റെടുത്തു. എന്നിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം അതാ ഹദീസിൽ കാണുന്നു. യഹ്തസിബുൻ നഫഖത അലൈഹിമാ, ആ 2 പെൺകുട്ടികൾക്ക് ചെലവഴിക്കുമ്പോൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിയ്യത്ത് ശരിപ്പെടുത്തിക്കൊണ്ട് ചെലവഴിക്കണേ. അവരുടെ പ്രീതി കിട്ടാനല്ല, അള്ളാന്റെ പ്രീതി കിട്ടാനാണ്. അങ്ങനെ ഹത്താ യുഗ്നിയഹുമാ മിൻ ഫളില്ലാഹ് ഔ യക്ഫിയഹുമാ,
അള്ളാന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നല്ല ഐശ്വര്യത പ്രാപിക്കും വരെ, അല്ലെങ്കിൽ അവർക്ക് മതിയാകുന്ന സമയം വരെ അവർക്ക് ചെലവഴിച്ചു കൊടുത്താൽ കാനത്താലോ സിത്രം മിനന്നാർ, ആ രണ്ട് പെൺകുട്ടികൾ ഇവന്റെ നരകത്തെ തൊട്ടുള്ള മറയാകുമേ. നരകത്തിൽ നിന്നുള്ള മതിൽക്കെട്ട് സൃഷ്ടിക്കാൻ മാത്രം ഈ രണ്ട് പെൺകുട്ടികൾ ഇവന് മുന്നിൽ നിൽക്കുമെന്നാ പറയുന്നത്. അഥവാ ഇവൻ നരകത്തിലേക്ക് സീറ്റ് തയ്യാറാക്കിയ മനുഷ്യനാണെങ്കിൽ പോലും ഈ പെൺകുട്ടികൾ നരകത്തിനെ തൊട്ടുള്ളൊരു മതിലായി നിൽക്കുമെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ മതിലാകുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളിലേക്ക് ചെയ്യുന്ന സേവനം അത്രമാത്രം ഉദാത്തമായ കർമ്മമായി അല്ലാഹു അംഗീകരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കാം. കണ്ടില്ലേ എത്ര വലിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഉമ്മമാരൊക്കെ, പാവപ്പെട്ട ചില ഉമ്മമാരുണ്ടാകും, ചെറുപ്പത്തിലെ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന ചെറിയ മക്കളാൽ ഭർത്താവ് തന്നെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്യുക. ഇനി അങ്ങനൊന്നും അല്ലെങ്കിൽ തന്നെ ഭർത്താക്കളെ വിദേശത്തോ മറ്റോ ആകുമ്പോൾ ഈ മക്കൾക്ക് ജലദോഷം പിടിച്ചാൽ അല്ലെങ്കിൽ മക്കൾക്ക് വയറിളക്കം പിടിച്ചാൽ ഇവരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അല്ലേ? നോക്ക് നിങ്ങൾ, ഇതൊന്നും വൃഥാവിൽ കാണേണ്ടുന്ന ഒരു സംഭവങ്ങളല്ല. ചെറിയ മക്കളെയുമായി തൂക്കിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്ന എത്രയോ സഹോദരിമാരെ കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു ചിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പെണ്ണിനെ കാണുകയാണ്, ഒരു പെൺകുട്ടി. തഹമ്മിലു വലദൻ ലഹാ വതഖൂദു ആഖർ, ഒരു കുട്ടിനെ എടുത്തിട്ടുണ്ട്, ഒക്കത്തെടുത്തിട്ടുണ്ട്, മറ്റൊരു കുട്ടിന്റെ കയ്യും പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന അതേ ചിത്രം. ചില ഉമ്മമാര് ചെറിയ 10, 25, 20 ഒക്കെ വയസ്സുള്ള ചെറിയ ചെറുപ്പക്കാരികള് ഒരു കുട്ടിനെ എടുത്തിട്ടുണ്ട്, മറ്റൊരു കുട്ടിയെ കയ്യും പിടിച്ചിട്ടുണ്ട്. ഹദീസിന്റെ അതേ രൂപമാണ് ഞാൻ പറയുന്നത്. തഹ്മിലു വലദൻ ലഹാ വതഖൂദു ആഖർ, ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ട്, ഒരു കുട്ടിയെ കൈപിടിച്ച് തെളിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള ഒരു രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹാമിലാത്തുൻ വാലിദാത്തുൻ മുള്ളിയാത്തുൻ റഹീമാത്തുൻ. സുബ്ഹാനല്ലാഹ്, ഭാഗ്യശാലികളാണ് പെൺമക്കള്, പെൺകുട്ടികള് ഭാഗ്യശാലികളാണ് എന്ന് അറിയിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്. ഹാമിലാത്തുൻ ഗർഭിണികൾ, വാരിദാത്തുൻ ഉമ്മമാർ, മുർളിആത്തുൻ മുല കൊടുക്കുന്നവർ, റഹീമാത്തുൻ കരുണ ചെയ്യുന്നവർ, സേവനം ചെയ്യുന്നവർ. പെണ്ണുങ്ങൾക്കുള്ള ഭാഗ്യം പറയാം, അതൊന്നും ആണുങ്ങൾക്കില്ല. എന്താ? ഗർഭം ചുമക്കുന്ന ആണുങ്ങളുണ്ടോ? ഉമ്മമാരാകുന്ന ആണുങ്ങളുണ്ടോ? മുല കൊടുക്കുന്ന ആണുങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ പെണ്ണുങ്ങൾക്കുള്ള ഭാഗ്യങ്ങൾ ഇങ്ങനെ എണ്ണിട്ട് റസൂൽ പറയാ, ലൗലാമാ യുസ്അലു അൻ അസ്വാജിഹിന്ന, അവരുടെ ഭർത്താക്കളെ സംബന്ധിച്ചവരോട് ചോദ്യപ്പെടുക എന്നൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലദഖല മുസല്ലിയാത്തുഹുന്നൽ ജന്ന, നിസ്കരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ സ്വർഗത്തിൽ കടക്കുമായിരുന്നേനെ. കാരണം അവർക്ക് കൂടുതൽ മറ്റ് ഇബാദത്തുകളൊന്നും വേണ്ട ആവശ്യമില്ല, ഭർത്താക്കളെ പൊരുത്തം കിട്ടണം, അതൊരു അടിസ്ഥാന ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ മാത്രം കനപ്പെട്ട ആരാധനകളുടെ ഉടമകളാണ്. കാരണം അവർ ഗർഭം ധരിക്കുന്നവരാണ്, മുല കൊടുക്കുന്നവരാണ്, അവർ ചെറിയ മക്കളുമായി സേവനം ചെയ്യുന്നവരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം ചെറിയ മക്കളോടുള്ള സേവന പ്രവർത്തനങ്ങൾ, ചെറിയ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവരിലേക്കുള്ള സേവന പ്രവർത്തനങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് വെള്ളം കൊടുക്കലും അവരെ പോറ്റി വളർത്തലും, ഭർത്താക്കൾ ഉപ്പമാർക്ക് ഈ സേവന പ്രവർത്തനങ്ങളിലുള്ള പങ്ക് വളരെ കുറവാണ്. ആ കുറഞ്ഞ പങ്കുള്ള ഒരു ഉപ്പയാണെങ്കിൽ പോലും അയാൾ രക്ഷപ്പെടുമെന്ന ഹദീസിൽ പറഞ്ഞത്. പിന്നെ ഉമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ ക്രമപ്രകാരം ഓരോന്നോരോന്ന് എണ്ണി വരുമ്പോൾ ചില ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കൊക്കെ നിരാശ തോന്നും. ഉസ്താദേ, അതൊക്കെ നിങ്ങൾ പറയുന്നത് ഉപ്പാരെ കുറിച്ചല്ലേ, ഞങ്ങൾ ഉമ്മാർക്ക് നിങ്ങൾ എന്താ പറയുന്നത്? ഉമ്മാർക്കാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം മക്കൾക്കോ കുടുംബത്തിനോ ബന്ധപ്പെട്ടവർക്കോ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു വലിയ ഭാഗമാണ് ഭക്ഷണം കൊടുക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഏറെ പറഞ്ഞു വന്നത്. ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, ഹദീസിന്റെ താളുകളിൽ നാം പറഞ്ഞത് ഫയുഹ്സിനു, ഇഹ്സാൻ ചെയ്തു കൊടുക്കുക.
മക്കൾക്ക്, കുടുംബത്തിന് ഇഹ്സാൻ ചെയ്തു കൊടുക്കുക, നന്മ ചെയ്തു കൊടുക്കുക, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ തളികകൾ, പ്ലേറ്റുകൾ വരെ കഴുകിക്കൊടുക്കുക. ഇതെല്ലാം ഇഹ്സാനിന്റെ ആ വകുപ്പുകളിൽ, ബൗണ്ടറിക്കുള്ളിൽപ്പെട്ടു. അങ്ങനെ ചെയ്താൽ ആ പുരക്കാരനായ ഗൃഹനാഥനായ ഉപ്പാക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, സഹോദരിമാർക്കും വലിയ പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോൾ എല്ലാം നമ്മൾ അടിസ്ഥാനപരമായി തെളിവ് സഹിതമാണ്, സലക്ഷ്യമാണ് പറയുന്നത്. ഇനി അവിടെയും നമ്മൾ ലക്ഷ്യം കുറക്കണ്ട. അതാ കേട്ടോളൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ല യുദ്ഖിലു ബിലുഖ്മത്തിൽ ഖുബ്സി വഖുബ്സത്തി തംരി വ مثله مما ينفع به المسكين ثلاثة الجنة الآمر به والزوجة المصلحة له والخادم الذي ينابل المسكين. سبحان الله. നിശ്ചയമായും ഒരു പിടി ഭക്ഷണം, ബിലുഖ്മത്തിൽ ഖുബ്സി, ഒരു ചെറിയ കഷ്ണം പത്തിരിയുടെ ഒരു പിടി, അതുപോലെ കാരക്കയുടെ ഒരു ചെറിയ അംശം, അതൊക്കെ ഉദാഹരണം പറയാണ്. ജനങ്ങൾക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക്, കുടുംബത്തിന്, മക്കൾക്ക്, ഭർത്താവിന്, ഭർത്താവിന്റെ ഉമ്മാക്ക്, ഭർത്താവിന്റെ സഹോദരിക്ക്, മനുഷ്യ മക്കൾക്ക്, ജീവികൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിന് സേവനം ചെയ്യുക വഴി 3 പേരെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തും കേട്ടോ. ഒന്ന്, സലാസത്തൻ 3 പേരെ അൽ ജന്നത്ത, സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തും. ആരാണ് 3 പേര്? അൽ ആമിറ ബിഹി, ഒന്ന് അങ്ങനെ കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാനും ഈ സേവനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കുടുംബനാഥനാണ്, ഭർത്താവാണ്, പിതാവാണ്, ആങ്ങളയാണ്. മറ്റൊന്ന് വസൗജത്തൽ മുസ്ലിഹത്ത ലഹു, ഇതിനെ പാകപ്പെടുത്തി കൊടുത്ത കുടുംബനാഥയാണ്, അഥവാ ഭാര്യയാണ്, വീട്ടുകാരിയാണ്. എല്ലാ ഹദീസിൽ കൃത്യമായി റസൂൽ വിശദീകരിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വസൗജത്തൽ മുസ്ലിഹത്ത ലഹു, ഈ കാണുന്ന ഭക്ഷണ വിതരണം അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾക്ക് പാകം നൽകിയിട്ടുള്ള, അതിനെ പാകപ്പെടുത്തിയിട്ടുള്ള ഈ സേവനദാതാവ്, അതാരാണ്? സൗജത്ത് എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. അത് എക്സാമ്പിൾ ആയിട്ട് വെച്ചാൽ മതി. സൗജത്ത് മാത്രമായിരിക്കോ ചിലപ്പോൾ വീട്ടിൽ സേവനം ചെയ്യാ? അല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി മൂന്നാമത്തെ തന്നെ വൽ ഖാദിമല്ലദീ, ഖാദിമ്, ഖാദിമ് എന്ന് പറയുമ്പോ, സൗജത്ത് എന്ന് പറയുമ്പോ ഇനി അങ്ങനെ ആരെയും വാശി പിടിക്കണ്ട. അത് ഭാര്യയാണെങ്കിൽ മാത്രമേ കുടുംബനാഥന്റെ ഭാര്യക്ക് മാത്രമേ കൂലിയിട്ടുള്ളൂ. നിങ്ങളങ്ങനെ ഹദീസ് ഓടിക്കാണ്ട് നമ്മളെ പൊട്ടീസാക്കണ്ട എന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു വൽ ഖാദിമ, ഇനി അതിൽ പെടാത്തവരാരുമില്ലല്ലോ. സേവന പ്രവർത്തനം ചെയ്യുന്ന ഭാര്യ ആയിക്കൊള്ളണമെന്നില്ല, വീട്ടിലേക്ക് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വീട്ടു ജോലിക്കാരൻ വരെ, സേവകന് വരെ ഇതിന്റെ കൂലി കൊടുക്കുമെന്നാ പറയുന്നത്. പിന്നെ അവിടെ ഭാര്യനെ സഹായിച്ചു കൊടുക്കുന്ന നാത്തൂന് കിട്ടാതിരിക്കോ, അമ്മായിമ്മക്ക് കിട്ടാതിരിക്കോ? ഈ സേവന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകുന്ന ആർക്കാണ് കിട്ടാതിരിക്കുക? ചെറിയ മക്കളെ മുതൽ അവിടെ ഉള്ളി തൊഴിച്ചു കൊടുക്കാൻ വരെ വെക്കുന്ന ആളുകൾക്ക് കൂലിയാ വൽ ഖാദിം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൽഹംദുലില്ലാഹില്ലദീ ലം യൻസ ഖദമനാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഏത് അല്ലാഹുവാണ്? ലം യൻസ ഖദമനാ, നമ്മുടെ സേവകന്മാരെ അല്ലാഹു മറന്നില്ലല്ലോ, സേവനം ചെയ്യുന്നവരെ മറന്നില്ലല്ലോ. അതെന്താ? കാശ് ചെലവഴിക്കുന്നിടത്തേക്ക് മാത്രമാണ് കൂലി പോകാന്ന് ചില ആളുകൾക്ക് ധാരണ ഉണ്ടാകും. മുതലാളിക്ക്, കുടുംബനാഥന് മാത്രമാണ് കൂലി പോകാന്ന് ധാരണ ഉണ്ടാകും. അങ്ങനെയല്ല, സേവന പ്രവർത്തനം ചെയ്യുന്നവർക്ക് കൂലിയുണ്ട്. ഒരു പെണ്ണ് തന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് സേവനം ചെയ്യുമ്പോൾ ഭർത്താവ് വിദേശത്ത് വെച്ച് ജോലി ചെയ്യുകയാണ്. 2 കൂട്ടക്കാർക്കും സ്വർഗത്തിലേക്കുള്ള റൂട്ട് 2 റൂട്ടാണെന്ന് മാത്രം. ഒരാള് സാമ്പത്തിക സ്വരൂപണ റൂട്ട്, മറ്റൊരാളോ സേവന പ്രവർത്തന റൂട്ട്. 2ഉം സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. അല്ലേ? നിജ്ജത്തെക്കണോ? അടുക്കളയിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന പെണ്ണുങ്ങളെ ഓരോ പാത്രം ഇങ്ങനെ കഴുകുമ്പോ ദേഷ്യം ഇങ്ങനെ പിടിക്കും. അടുപ്പത്ത് ചൂടും പുകയും കൊള്ളുമ്പോഴേ
ഈറങ്ങനെ പിടിക്കും. അപ്പോഴാവും കുട്ടികൾ വന്നാണ്ട് ഉമ്മ എനിക്ക് ബാത്റൂമിൽ പോകാണ്ട് അറിയും. അപ്പോഴും ദേഷ്യം കൊടുക്കും. അത് പോയിക്കൂടെ പറഞ്ഞ മാതിരി, ഞാൻ ഇത് കറി നോക്കണ തിരക്കിലാണ്, എനിക്ക് ബാത്റൂം പോകാനുണ്ട്, ഞാൻ ഇതുവരെ എന്നെ വിളിച്ചിറങ്ങീലെ എന്നൊക്കെ പറയും. അല്ല, വലിയ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബാദത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു പെണ്ണ് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ ഇത്രയേറെ പെർമിറ്റ് കൊടുത്ത സംഭവം വേറെ അതല്ലേ. എങ്ങനെ പെർമിറ്റ്? ഇപ്പൊ എന്റെ കാശ് ചെലവഴിക്കണമെങ്കിൽ എനിക്ക് അതിന് അധികാരമുള്ളൂ. അല്ല, എനിക്ക് എന്റെ കയ്യിൽ ഒരു കാശുണ്ടെങ്കിൽ ഒരു 10 റുപ്യ നിങ്ങളെ എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും ചെലവാക്കിയാൽ മതിയാവോ? എന്റെ കാശ് എടുത്താണ് നിങ്ങളോട് സംബന്ധം ചോദിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആർക്കും മിസ്കിമാർക്ക് എടുത്തു കൊടുത്താൽ ശരിയാവോ? ശരിയാവില്ല. അതേസമയത്ത് എന്റെ ഭാര്യ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കും ഭാര്യക്കും കൂലിയുണ്ടെന്നാണ് റസൂലുള്ളാഹി ഹദീസിൽ പഠിപ്പിച്ചത്. അത് നമ്മുടെ ഉദ്ദേശത്തിന് വിപരീതമാകരുത് കേട്ടോ. അത് വേറെ കാര്യമുണ്ട്. നമ്മളെന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും എടുത്തിട്ടാണ് 37 വലിയ തോക്ക് കൊടുത്താൽ കുഴപ്പമാവും. അങ്ങനെയല്ല പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി പറയാണ്, ഇദാ തസദ്ദഖത്തിൽ മർഅത്തു മിൻ ബൈതി സൗജിഹാ കാന ലഹാ അജ്റുൻ വലിസൗജിഹാ മിസ്ലു ദാലിക ലാ യൻഖുസു കുല്ലു വാഹിദിൻ മിൻഹുമാ മിൻ അജ്രി സാഹിബി ശൈഅ ലഹു ബിമാ കസബ വലഹാ ബിമാ അൻഫഖത്. എന്താ ഹദീസ്! എത്ര സുന്ദരമായ ഹദീസാണ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇദാ തസദ്ദഖത്തിൽ മർഅത്തു, ഒരു പെണ്ണ് ധർമ്മം കൊടുത്താൽ, മിൻ ബൈത്തി സൗജിഹാ, അവളുടെ പോക്കറ്റിന്റെ കാശല്ല, അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ ധർമ്മം കൊടുത്താൽ, ഭർത്താവിന്റെ കാശിൽ നിന്ന് എടുത്തുകൊണ്ട് ധർമ്മം കൊടുത്താൽ, കാന ലഹാ അജ്റുൻ വലിസൗജിഹാ മിസ്ലു ദാലിക, അവൾക്ക് കൂലിയുണ്ട്. ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ സ്വതക്ക കൊടുത്താൽ, ഭർത്താവിന്റെ കാശിൽ നിന്ന് ഭാര്യ സ്വതക്ക കൊടുത്താൽ, കാന ലഹാ അജ്റുൻ, ഭാര്യക്ക് കൂലിയുണ്ട്. വലിസൗജിഹാ മിസ്ലു ദാലിക, അപ്രകാരം തന്നെ ഭർത്താവിനും കൂലിയുണ്ട്. ഒരു സംഭവത്തിന് രണ്ടാക്ക് കൂലിയെ. ഭർത്താവ് കൊടുത്താൽ ഭാര്യയ്ക്ക് അല്പം കൂലി കിട്ടൂല, ഭാര്യ കൊടുത്താൽ ഭാര്യക്ക് കൂലി, ഭർത്താവിനും കൂലി. നമ്മുടെ വീട്ടിൽ എത്ര സംഭവം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭിക്ഷക്കാരൻ വന്നാൽ എത്ര നല്ല ചാൻസാ. അണ്ണാച്ചികളൊക്കെ വീട്ടിന് അടുക്കളയിലേക്ക് കയറ്റാനുള്ള ഒരു പെർമിറ്റല്ല ഞാൻ പറയുന്നത്. അവരുടെ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഒരു 2 പത്തിയിട്ട് കൊടുക്കാനുള്ള ചാൻസ് നമ്മൾ കണ്ടെത്തണം. എന്തിനാ? ഒരു ജീവിയുടെ കരട്, ഒരു ജീവിക്ക് ഒരു ചെറിയ രക്ഷ, അത് ഏത് ജീവിയാലും കുഴപ്പമില്ല. മാനുഷിക കാരുണ്യം അത് അവിടെ ഒരു വിഷയമല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, മാനുഷിക കാരുണ്യം, ജീവകാരുണ്യം ഒക്കെ നമ്മുടെ വിഷയത്തിൽ കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് ശകലം മാത്രം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നാൽ ഒരു പത്തിരിയെങ്കിലും കൊടുക്കാനുള്ള ചാൻസിനാണ് നമ്മൾ നോക്കേണ്ടത്. അയാൾക്കൊരു 10 പൈസ എറിഞ്ഞിട്ടെടുത്തുകാണ്ട് പായലല്ല, ഒരു പത്തിരിയെങ്കിലും എടുത്തു കൊടുക്കാനുള്ള. അപ്പൊ ഇതിനർത്ഥം ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പങ്ങളൊക്കെ നടക്കുകയാണ്. അണ്ണാച്ചികളൊക്കെ നമ്മുടെ പകല് വന്നിട്ട് വീടുകളൊക്കെ പരിശോധിച്ച് എവിടേക്കാണ് ഇതിന്റെ വാതിലുള്ളത്, ഏതെല്ലാം ഭാഗത്തൂടെ കിടക്കാൻ പറ്റും എന്നുള്ള ഫോട്ടോ എടുത്ത് പോവുക. എന്നിട്ട് ഏതെങ്കിലും അണ്ണാച്ചി അവരുടെ സെറ്റിൽപ്പെട്ട ആരെങ്കിലും ആൾക്ക് അത് വിതരണം ചെയ്തിട്ട് അവര് രാത്രി വന്ന് കളവും മറ്റൊക്കെ നടത്തുന്ന അക്രമങ്ങളൊക്കെ നടത്തുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരായി ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയുള്ളതെല്ലാം പരിഗണിച്ചിട്ടും ഒരാൾക്ക് വല്ല സേവനങ്ങളും വല്ല ധർമ്മങ്ങളും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്വാമു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇത്വാമു അതിനു വേണ്ടി അതിൽ കൂടുതൽ ചാൻസ് കിട്ടൽ ഭാര്യമാർക്കാണെന്നാണ് പറയുന്നത്. പെണ്ണുങ്ങൾക്കാണ്. വീട്ടിന്റെ ഉള്ളിൽ വെച്ച് സഹോദരിമാർക്ക് ധാരാളം ചാൻസ് കിട്ടും. അവരത് കൊടുത്താൽ ഭർത്താവിനും കൂലി, ഭാര്യക്കും കൂലി എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യൻഖുസു കുല്ലു വാഹിദിൻ മിൻഹുമാ മിൻ അജി സ്വാഹിബി ശൈആ, 2 കൂട്ടരിൽ നിന്ന് ഒരാളും അവരന്റെ കൂലിയിൽ നിന്ന്, ഭാര്യ ഭർത്താവിന്റെ കൂലിയിൽ നിന്ന്, ഭർത്താവ് ഭാര്യയുടെ കൂലിയിൽ നിന്ന് ശകലം പോലും ചുരുക്കിക്കളയുകയില്ല. ഒരാൾക്ക് കൂലി കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് മറ്റാളുടെ കൂലിയിൽ നിന്ന് ശകലം കുറയൂല. 2 കൂട്ടക്കാർക്കും ഒരേപോലെ കൂലി കിട്ടും. കണ്ടോ? ലഹു ബിമാ കസബ വലഹാ ബിമാ അൻഫഖത്, അവന് കൂലി അവൻ നയിച്ച കൂലിയാണ്, അവൾക്ക് കൂലി അവൾ ചെലവഴിച്ച കൂലിയാണ്. 2 കൂലിയാണ്. എന്ത് വേണം? 2 കൂട്ടർക്കും നിയ്യത്ത് വേണം.
ഭർത്താവ് ഭാര്യ അങ്ങനെ ചെലവഴിക്കുന്നതിൽ സന്തുഷ്ട മനസ്സിന്റെ ഉടമയാകണം. ഭാര്യയ്ക്ക് ചെലവഴിക്കുമ്പോഴും നല്ല മനസ്സായിരിക്കണം. നിയ്യത്ത് ശരിപ്പെട്ട ഹൃദയം. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ എല്ലാറ്റിന്റെയും നാലായ പേര് നിയ്യത്ത് ശരിപ്പെടുക. നിയ്യത്ത് ശരിപ്പെട്ട് ആഖിറത്തിലേക്ക് തുറന്നു വെച്ച് ഹൃദയത്തിന്റെ ഉടമകളാണ് ഭാര്യയും ഭർത്താവെങ്കിൽ സ്വർഗത്തിലേക്കുള്ള റൂട്ട് എളുപ്പമാകും. ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, മാത്രമല്ല ഒരു പെണ്ണ് അടുക്കളയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളിൽ അണ്ണാച്ചിക്ക് പോലും കൊടുക്കുന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തതെങ്കിൽ, കേവലം ഒരു മനുഷ്യന് കൊടുക്കാന്നുള്ള നിലക്കാണ് നാം ചർച്ച ചെയ്തതെങ്കിൽ, ഇന്ന് ഞാൻ സംസാരിച്ച സംസാരത്തിന്റെ ആമുഖം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഒരു പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ പോലും, അവിടെ ധർമ്മം കൊടുക്കുകയാണെങ്കിൽ പോലും, ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപരനായ ആൾക്ക് വരെ സ്വതക്ക കൊടുത്താൽ, പെണ്ണ് സ്വതക്ക കൊടുത്താൽ, ഭർത്താവിന്റെ കാശിൽ നിന്ന് സ്വതക്ക കൊടുത്താൽ പെണ്ണിനും കൂലിയാണ് ഭർത്താവിനും കൂലിയാണ് എന്നിവരെ പറഞ്ഞു വെച്ചു. എന്നാൽ സ്വതക്ക കൊടുക്കാൻ ഏറ്റവും പറ്റിയത് സ്വന്തം കുടുംബക്കാരാണ്, മക്കളാണ്, ഭർത്താവുകളാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. ഇതെല്ലാം അതും പറഞ്ഞു വെച്ചു. ഇനി ഇത് എല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു പെണ്ണ് അല്ലെങ്കിൽ അടുക്കളയിൽ വെച്ചുകൊണ്ട് സഹോദരിമാര് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? എന്ത് പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഉദാത്തമായ ധർമ്മമാണ്. അതാ ഭർത്താവിന് മക്കൾക്ക്, ഭർത്താവിന്റെ ഉമ്മക്ക്, ഭർത്താവിന്റെ ഉപ്പക്ക്, ഭർത്താവിന്റെ സഹോദരിമാർക്ക്, കുടുംബങ്ങൾക്ക് ഈ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പാകമായ നിലക്കുള്ള സേവന പ്രവർത്തനങ്ങൾ അടുക്കളയുടെ അകത്തളത്തിൽ വെച്ച് നിർവഹിക്കുന്ന പെണ്ണെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിയ്യത്ത് ശരിപ്പെടുത്തിയാൽ വല്ലാത്ത പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ പാത്രവും, ആ പാത്രം കഴുകാൻ നിങ്ങൾ അധ്വാനപ്പെടുന്ന അധ്വാനവും, നിങ്ങൾ ആ ഭർത്താവിന്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട് വൃത്തിയാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടും, നിങ്ങൾ ആഴമേറിയ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ട് ചായ കാച്ചുന്നതും, അതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ഓരോന്ന് എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അവിടെയുള്ള സ്റ്റോർ മുറിയിലും ഫ്രിഡ്ജിലുമെല്ലാം സാധനങ്ങൾ അടുക്കി വെക്കുന്നതടക്കമുള്ള എല്ലാ വിഷയങ്ങളും സുബ്ഹാനല്ലാഹ് വല്ലാത്ത ആരാധന തന്നെ. പിന്നെ ഉണ്ട്, അവിടെ ചെറിയ മക്കളുണ്ടാവും. ഇപ്പൊ ഒന്ന് സ്വബറിന്റെ കാലഘട്ടമല്ല. ക്ഷമിക്കാൻ ആർക്കും കഴിയില്ല, എനിക്കും കഴിയില്ല, കേൾക്കണോർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. അങ്ങനത്തെ കാലഘട്ടം. ക്ഷമിക്കാൻ ആർക്കും കഴിയൂല. അപ്പം ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ചിലപ്പോ തോണ്ടും പിടിക്കും, പാത്രം കഴുകി വെച്ചത് തന്നെ എടുക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, തുടച്ചുകൊടുത്ത് കൂടെ നടക്കും, പിടിക്കും, ഇങ്ങനെ പല പരിപാടികളുണ്ടാവും. ഇവിടൊക്കെ എന്റെ കാക്കക്കുഞ്ഞ് തൻകുഞ്ഞ് പൊൻകുഞ്ഞി എന്ന് പറഞ്ഞ പോലെ, കാക്കക്ക് കാക്കന്റെ കുട്ടി വലുതാ, കുയിലിന് കുയിലിന്റെ കുട്ടി വലുതാ, തത്തക്ക് തത്തന്റെ കുട്ടി വലുതാ, ഇതേ പ്രകാരം എനിക്ക് എന്റെ കുട്ടി വലുതാ. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ കുട്ടി വലുതാണ്. എന്നാൽ ഒന്നുകൂടെ വിശാലമായി ചിന്തിച്ച് ഞാനൊരു ഹദീസ് പറയാം. ഒരു വീട്ടിൽ ചിലപ്പോൾ ഭർത്താവിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം കുട്ടികളുണ്ടാവും, ഭർത്താവിന്റെ അനുജന്റെ കുട്ടികളുണ്ട്, ഭർത്താവിന്റെ മൂത്താപ്പന്റെ മകനുണ്ട്. അവർക്കൊക്കെ സേവനം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നവരാണോ? അവർ ചില്ലറക്കാരല്ല. എന്താ കാരണം? നിങ്ങൾ നോക്ക്, ഒറ്റ ഹദീസ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇന്ന ഫിൽ ജന്നത്തി ദാറൻ യുഖാലു ലഹാ ദാറുൽ ഫറഹി ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ സുബിയാൻ. നിശ്ചയമായും സ്വർഗത്തിൽ ഒരു പാർപ്പിടമുണ്ട്. സ്വർഗത്തിൽ ഒരു ബംഗ്ലാവ്. ആ ബംഗ്ലാവിന്റെ പേരെന്താണെന്നറിയോ? ദാറുൽ ഫറഹ്, സന്തോഷത്തിന്റെ കൊട്ടാരം. സന്തോഷക്കൊട്ടാരം എന്ന പേരിൽ ഒരു കൊട്ടാരം തന്നെ സ്വർഗത്തിലുണ്ട്. ആർക്കാ കൂട്ടര ആ കൊട്ടാരം? ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ സുബിയാൻ.
കുട്ടികളെ സന്തോഷിപ്പിച്ചവർക്ക് മാത്രമേ ആ വീട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അവിടുത്തെ ഐഡന്റിറ്റി അതാണ്, കുട്ടികളെ സന്തോഷിപ്പിച്ചവർ, കുട്ടികളെ സന്തോഷിച്ചവർ. ആ ചില ഉമ്മമാര് ഒക്കെ ഉണ്ടാവും, കുട്ടികള് അടിച്ചാലും ഒച്ച കേൾക്കുകയാച്ചാൽ അറിയാതെ നുള്ളിക്കളയും. ആ അടിച്ചാലും ഒച്ച കേട്ടാലും ഭർത്താവ് വന്ന് ദേഷ്യം പിടിക്കും. അപ്പൊ അതിനെ ഭർത്താവ് അറിയാതെ മെല്ലെ കുട്ടികളെ ശിക്ഷിക്കും, മണപയ വേണ്ടി മെല്ലെ നുള്ളും. ഞാൻ കുട്ടികളെ ശാസിക്കണ്ട എന്നോ കുട്ടികളെ ശിക്ഷിക്കണ്ട എന്നല്ല പറയുന്നത്. കുട്ടികൾക്ക് സന്തോഷം നൽകേണ്ടുന്ന സമയം അവരുടെ കുട്ടിപ്രായം തന്നെയാണ്. പിന്നെ എപ്പോഴാണ് നമുക്ക് ചാൻസ് കിട്ടുക? കുട്ടിപ്രായത്തിൽ കുട്ടികൾക്ക് സന്തോഷം നൽകണം. അവർക്ക് ആവശ്യമായത് ഭക്ഷണത്തിലും മറ്റുമെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അത് കുട്ടികളോട് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ്, ചെയ്യുന്ന കാരുണ്യമാണ്. ഞാൻ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നമ്മൾ പുറകെ പോകുന്ന സമയത്ത്, നമുക്ക് ചെറിയ മക്കളുടെ സമയത്ത്, എനിക്കിപ്പോ എന്റെ ചെറിയ മകൾക്ക് 5 വയസ്സായിട്ടുണ്ട്, അതിനേക്കാളും താഴെ പ്രായമാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സാന്നിധ്യം കുട്ടികൾക്ക് സന്തോഷാണ്. ഉപ്പാന്റെ സാന്നിധ്യം, ഉമ്മാന്റെ സാന്നിധ്യം, ഇത് കുട്ടികൾക്ക് സന്തോഷ. ആ സാന്നിധ്യ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ വിവാദത്താണ് നമ്മൾ അവിടെ പോയിട്ട് 1 മണിക്കൂർ സമയം അല്ലെങ്കിൽ 2 മണിക്കൂർ സമയമൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊടുക്കുക. ഇത് വലിയ വിവാദത്താ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എനിക്ക് ചിലപ്പോഴൊക്കെ നിയ്യത്ത് കിട്ടിയിട്ടുമുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ചിലപ്പോ നമ്മളിങ്ങനെ മലർന്ന് കിടക്കും, ക്ഷീണിച്ച് അവശരായി എവിടെന്നെങ്കിലും തിരക്ക് പിടിച്ച് വന്നത്, ഒരുപാട് ടെൻഷനുകളും പല ചിന്തകളൊക്കെ മനസ്സിലുണ്ടാവും. ആ സമയത്താവും കുട്ടികൾ വന്നിട്ട് നമ്മളെ മേലെ കേറി മറഞ്ഞ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ കളിക്കും. നമുക്ക് ദേഷ്യം പിടിക്കാൻ നല്ല ചാൻസ് ഉള്ള സമയമാണ്. പക്ഷെ അവിടെ ദേഷ്യം പിടിക്കല്ല വേണ്ടത്. ആ കുട്ടികൾക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് ഒരു പിതാവ് എന്ന കാഴ്ചപ്പാടിൽ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് കുട്ടിക്ക് നമ്മുടെ മേൽ കയറി ഇറങ്ങാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഇബാദത്താണ് സഹോദരന്മാരെ. ഇബാദത്താ പറയുന്നത്. അങ്ങനെ കിടക്കുന്നവർക്ക് ഇബാദത്താവോ? ഓഹോ വല്ല കോള. അങ്ങനല്ല. ആ കിടക്കുന്നത് കുട്ടികൾക്ക് അപരനായ ഒരാളെ മാനെ കൊണ്ടത് കിടത്തി കൊടുത്താൽ ആ സന്തോഷം കിട്ടില്ല കുട്ടികൾക്ക്. നിങ്ങൾ എന്നെ പോലെ എനിക്കിപ്പോ എന്റെ മകൾക്ക്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു മോഡൽ, ഒരു ഡമ്മി ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നുണ്ടാക്കി വെച്ചെടുത്ത് അങ്ങനെ ഉണ്ടാവും. ഇപ്പോ എന്നെക്കാളും സൗന്ദര്യവാനായ നല്ല ഒരാളെ കൊണ്ടുവന്ന് എന്റെ കുട്ടികൾക്ക് അവിടെ വെച്ചുകൊടുത്തു. കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? കുട്ടികൾക്ക് ഉപ്പ എന്ന് വിളിക്കാൻ പറ്റിയ ഒരാള് ആ കുട്ടികൾക്ക് സന്തോഷമാണ്. എന്റെ കൊച്ചുമകള് വിളിക്കുവാൻ എന്റെ പൊന്നുപ്പ, അമ്മനുപ്പ, പൊന്നുപ്പ എന്നൊക്കെ വിളിക്കും, സന്തോഷം കൊണ്ട് വിളിക്കും. നാട്ടിൽ പോയാൽ അങ്ങനെ വിളിക്കും. അത് കുട്ടിക്കുള്ള സന്തോഷമാണ്. കുട്ടികൾക്കുള്ള ആ സന്തോഷം നാം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഈ ഇബാദത്ത് ചില ആളുകൾ കുട്ടികളുമായി ഒരു പുലബന്ധം പോലും ഉണ്ടാവില്ല. തിരക്ക് പിടിച്ച ജീവിതം എന്നാ പറയാം. സ്വന്തം കുട്ടികളോട് നമുക്ക് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യത നാം നിർവഹിച്ചു കൊടുക്കണം. ഇത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന, ജോലി എന്ന് പറഞ്ഞ് വെട്ടിക്കാളി അതിന്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയതാണ്. അടുക്കളയിൽ സേവനം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കതിൽ റോളുണ്ട്. നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നാം ഒരു ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി പാകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന നിയ്യത്ത് ഏതാണ്? ഇന്ന ഫീ ജന്നത്തി ദാറൈൻ യുഖാലു ലഹാ ദാറുൽ ഫറൈൻ ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ സിബിയാൻ. ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ കടന്നു വരണം. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ അവർക്ക് പാകമായ രൂപത്തിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താണ്? ഈ ഹദീസിന്റെ ആശയമാണ്. നാളെ പരലോകത്ത് ദാറുൽ ഫറ, സന്തോഷത്തിന്റെ കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വീട് അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ സിബിയാൻ. കുട്ടികളെ സന്തോഷിക്കുന്നവർക്ക് പ്രവേശനം ഉണ്ടാവൂ. കണ്ടോ? കുട്ടികൾക്ക് കുട്ടിപ്രായത്തിൽ ചെയ്തു കൊടുക്കേണ്ടത് കുട്ടിപ്രായത്തിൽ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നീട് ചാൻസ് കിട്ടൂല. ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വലം യുവക്കിർ കബീറന. കണ്ടോ? രണ്ട് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വലിയവരോടുള്ള ഇടപാടിനെ കുറിച്ച് തൗഖീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
കുട്ടികളോടുള്ള പറഞ്ഞത് നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ നമ്മുടെ ബൗണ്ടറിക്കുള്ളിൽപ്പെട്ടവനല്ല ആര്, നമ്മിൽ ചിലവർക്ക് കരുണ ചെയ്യാത്തവനും വലം യുവക്ക് വലിയ പ്രശ്നം കൊടുക്കും. അവിടെ അതാണ് വേണ്ടത്. കുട്ടികളോടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് സഞ്ജയമ്മമാര് വീട്ടിൽ സഞ്ജയമ്മമാർ കൊടുത്തിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാര്യ എന്ന കാഴ്ച ഒരു കാഴ്ചപ്പാടിൽ പെണ്ണിന്റെ ഉണ്ടായ ഹരിത വായിപ്പിച്ചു. ഓഫീസിൽ പോയി കുത്തിരിക്കുക എന്നല്ല. മുപ്പത്തിയൊരു പായയുടെ പാച്ചിൽ കണ്ടാല് ഓഫീസിക്ക് വയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ഉസ്താദ് കട്ടായി ഉസ്താദിനൊന്ന് ബൗൺസ് ചെയ്ത് ഉസ്താദ് അറിയുന്നുണ്ടാവില്ല DC ആയത്. അഡ്മിൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് നല്ല ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദ് ഇക്ബാലിനൊക്കെ ചിലപ്പോൾ നാട്ടിൽ ഒന്നുകൂടി പോകണമെന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയി വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം ഇനിയിപ്പോ കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ പൂതിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഒരു സഹോദരിയെ ഒരു ഇസ്ലാമിക് വനിതയെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവളുടെ റോൾ വ്യക്തമാണ്. ഒരു സഹോദരി പറഞ്ഞാൽ അവൾ ഒരു മുനിസിലാലിയെന്ന്, ഒരു ഓഫീസ് ഡ്യൂട്ടിക്കാരിയെന്ന്, എങ്കിലും എവിടെയെങ്കിലും പോയി സേവനമല്ല പറഞ്ഞിട്ടും മന്ത്രിക്കണമെന്നുള്ളത്. പിന്നെ പറഞ്ഞതാണ് ഭർത്താവ് വീട്ടിൽ ഭരണാധികാരിയാണ്, ഭരണസാരം അനുഭവിക്കേണ്ടവനാണവൾ. അവിടുത്തെ ഒരു ഭരണത്തിന്റെ കീഴ് പ്രജകളെ കുറിച്ച് ആമകർത്താവിന്റെ ഉത്തരവ്. ഇതേ പ്രകാരം ഒരു ഭർത്താവ് ഒരു വീട്ടുള്ളിൽ വെച്ച് ഇസ്ലാമിക ചുറ്റുപാടുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ സഹോദരിക്കാൻ. ഇസ്ലാമികമായ ചുറ്റുപാടിൽ നിന്ന് വ്യതിരിക്കുവനെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സഹോദരിക്കലാണ്. ഇസ്ലാം പറഞ്ഞ അതിന്റെ സാരം അങ്ങനെയല്ലേ? ഈ ഒരു ചിന്താഗതിയാണ് ഒരു വീടഭരണം ഒരു സഹോദരി ഏറ്റിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് സഹോദരി തന്റെ അടുക്കളയെല്ലാം സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട്. തീർച്ചയായും അവൾ ഒരു ഇസ്ലാമിസ്റ്റ് നല്ല ചുറ്റുപാടുന്നവരാണ്, വലിയ വാക്യമുള്ള കൊണ്ടല്ലേ സഹോദരന്മാരെ. ഈ സേവന പ്രവർത്തനത്തിൽ കഴിയുന്ന ഭാര്യ, അവർക്ക് വേണ്ട സാമ്പത്തികമായ സൗകര്യാക്കി കൊടുക്കുന്ന ഭർത്താവ്, ഇവർ രണ്ടുപേരും പോലുള്ള അജണ്ട, ഇസ്ലാമിക അജണ്ടയുടെ ഉള്ളിൽ വളരുന്ന ഇസ്ലാമികമായ ചുറ്റുപാടിൽ വളരുമ്പോൾ ഈ കുട്ടിയ പ്രവർത്തനത്തിന്റെ ഫലം ഈ മാതാവിനെയും പിതാവിൻകളിൽ എഴുതപ്പെടുമെന്നത് കാണാവുന്നത് ഇതിന്റെ പേരിലെ ഇമാം ഹദ്ദാദ് അദ്ദേഹത്തിന്റെ നസ്റുൽ ഗ്രന്ഥത്തെ പറഞ്ഞായി കാണാൻ കഴിയും. മക്കളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അത് മാതാക്കളുടെ ഏടുകൾ നിക്ഷിപ്തമാ അവരുടെ എഴുതപ്പെടും. കാരണം അതിനുവേണ്ടി കഠിന ചെയ്യുന്നതല്ല. മാന്മാരെ പറഞ്ഞു വായിക്കും, കാലത്ത് പ്രായബുദ്ധിയായതിനു ശേഷം മക്കുന്ന നല്ല കാര്യങ്ങൾ എല്ലാം
മാതാക്കളിലേക്ക് അതിന്റെ പ്രതിഫലം വരുന്നതാണ്. മക്കളുന്നത് പോലെ മാതാപിതാക്കും പ്രതിഫലമെന്ന് പറയാൻ കാരണം എന്താണ്? ആ ഒരുപാടിൽ നമ്മുടെ ഗൃഹാന്തി ആക്കിത്തീർന്നതില്ലാത്ത പങ്കാളിത്തം മാവിനും പിതം ഉണ്ട്. അതാണ് നിലാനിശ്രമങ്ങൾ പെടുപ്പുള്ള മൗലൂദിൻ യൂദു അലലിലൂടെയാണ് വളരെ ജന്മങ്ങൾ. ഇസ്ലാമിനുള്ള പാകതയിലൂടെ മനസ്സിലൂടെയാണ് കൊള്ളുന്നത്. പിന്നെ അവൻ ബെദരിച്ചുപോയി അവന്റെ മാതാപിതാക്കൾ അതിന് ഉത്തരവാദി. അവന്റെ മാതാക്കളാണ് അവ ചൂതനാക്കുന്നത്. അവനെ നയാക്കുന്നതും അഗ്നി ആരാധകനാക്കുന്നതും കെട്ടി കളിക്കുന്നാക്കുന്നതും അവൻ ഫുട്ബോൾ പ്രേമിയാക്കും, അവനെ കള്ളിയാക്കും, അവനെ തോന്നിവാസിയാക്കും. അവർ മാതാപിതാക്കളാണെന്ന് മുഖത്തിന്റെ അതുകൊണ്ട് പ്രഖ്യാപിച്ചുപോയി. അതുകൊണ്ട് മലകാരുണ്യത്തിനായി വെറും നല്ലത് ഉണ്ടാക്കി മാത്രമല്ല, വസ്ത്രം നക്കി കൊടുക്കുക മാത്രമല്ല, നാം മഹാനാരെ പഠിപ്പിക്കാൻ കഴിയും. മക്കൾക്ക് അച്ചടക്കത്തെ കൊടുക്കുക, അതിനെ ആദരസ്വത്ത് കൊടുക്കാന് സമ്പത്തിനെ അതൻ കൊടുക്കേക്കാളൊക്കെ ഏറ്റവും ഉത്തമമാണ്. നോക്കൂ സായയുടെ രാജ്യത്ത് കടലുണ്ടിയിൽ ഒരു ഉപ്പ് മരണത്ത് പോയി വഫാത്തായി പോയി. ഇതാണ് ഉപ്പാനപ്പെട്ടത് അഹമ്മദ് അൽ ബുഖാരി. അല്ലാതെ സ്നേഹിച്ചൊരു മഹാനാണ്. ഞാൻ ചെറുപ്പകാലത്തോടാൻ പോകുന്ന സമയത്ത് വലിയ മൂർഷായൊരു മഹാൻ ഇടക്കിടക്ക് ഉപദേശം നിങ്ങളെ ചെറുപ്പത്തിൽ ചെറിയ കിതാബ് ഓതിക്കൊണ്ട സമയത്ത് പള്ളിയാമത്ത് നിർത്തി ഞങ്ങളെ പരിശീലിച്ചു. ഉപ്പയാണ് അവരുടെ മൂത്ത പുത്രനാണ് പറപ്പെട്ട എരിനാഥൻ ഷെയ്ഖ് ബുഖാരി തങ്ങളെ മലെന്ന് പറയുന്ന മഹത്തായ സ്ഥലത്തിന്റെ അതിനായ ഫാറൂഖ് ഉസ്താദ്. ആ ഉസ്താദ് പുതിയ മൂത്ത പുത്രാണ്. നമുക്കെല്ലാവരും ബഹുമാനപ്പെട്ട മായതി ചെയർമാൻ ഖലീൽ തങ്ങളുടെ രണ്ടാമത്തെ പുത്രനാണ്. ഇസ്ബുഖാരി തങ്ങാമത്തെ പുത്രനാണ്. ശ്രീ ഹബീബ് അബ്ദുൽ ബുഖാരി തങ്ങള് സിൻസിയറിൻ ദിബൻ പുത്രനാണ്. കുറ്റാടൂരിൽ മുതിരെ ബഹുമാനം ബദർ മൗലൂദിന്റെ സദസ്സുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ആത്മസ്വഭാവക്ക് ഉയർത്താൻ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ബാരി തങ്ങ അവസാന മകനാണ്. എല്ലാം ഇസ്ലാമിന്റെ വാർത്തിൽ എന്നതുമല്ല ഏറ്റവും നല്ല ഉത്തമ സ്വഭാവമാണ്. ഉപ്പ മക്ക് കൊടുത്തിരിക്കുന്ന സമ്പത്ത് ഭൗതികമ്പത്തല്ല, മറിച്ച് അതടക്കമാ അതൊന്ന ഇസ്ലാമികമായ ചുറ്റാടാകും ഇസ്ലാമികമാകുമ്പത്താണ് ഈ സമ്പന കേട്ടോ. മക്കൾക്ക് കൊടുക്കുന്ന സമ്പലിൽ വെച്ചിട്ടും വലിയ മഹാനായ ഖുർആനിയമാൻ അദ്ദേഹം പറയുന്നു, സ്ത്രീകൾക്ക് അതിനെ അനന്തരം കൊടുക്കെന്ന് പറയും. സമ്പത്തിനെ അനന്തരം കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പൊന്നുമ്മമാർ ഭോജശാബോനോട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിന്റെ ഭക്ഷണമോ ഭർത്താവ് ചിലപ്പോൾ ജീവിക്കുകയാണ്, ഇഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുക്കുകയാണ്. നമ്മുടെ മകളുടെ വയസ്സിലും 2 വയസ്സിലും 3 വയസ്സിലും 4 വയസ്സിലും പാവപ്പെട്ട പാസി ജീവിക്കുന്നവർ മനത്തിൽ കഷ്ടപ്പെട്ടുണ്ട്. മക്കളുടെ ഭാര്യ സമർപ്പിച്ച് പ്രവാസ ജീവി നയിക്കുന്ന ഭർത്താവ് കാശേച്ച് അടുക്കളയുടെ വെച്ചുകൊണ്ട് മക്കൾക്ക് ചെറുപ്പിനെ നൽകേണ്ടുന്ന ശരിയാടക്കം അത് ഇസ്ലാമികമായ അറിവുകളും ചുറ്റും നീ കൊടുക്കുന്നില്ലെങ്കിൽ പൊന്ന സോദരി നദിയുടെ വഞ്ചനയുടെ തരമാണ് ചെയ്തു തിരക്ഷിക്കട്ടെ.
ആ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഭക്ഷണം എടുത്ത സമയത്ത് ബിസ്മി ചെല്ലോ ഇല്ലേ എന്ന് കഴിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കുട്ടിക്ക് ചെറുപ്പത്തിൽ ആവശ്യമാകുന്ന ഡോസ് ചെറിയ അളവിൽ കൊടുക്കാൻ ശിവനെ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ കൊല്ല മക്കളാണ്. അപ്പോൾ അവർക്ക് ചെറിയ നില അവരെ പടിപടിയായി കൊണ്ടുവരാൻ ആവശ്യമായ കോച്ചിങ്ങൾ കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. ബിസ്മിയുടെ കാര്യം ഞാൻ പറയല. ബിസ്മിയുടെ കാര്യം നമ്മൾ തളം കേട്ടത് കഴിക്കുന്ന സമയത്ത് ബിസ്മിയിരിക്കണം. അത് ചെല്ലാ ഭക്ഷണത്തിന് പറക്കില്ല. ആ ഭക്ഷണ കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങളില്ല, വൈറ്റമിനില്ല, സത്തുകളില്ല. കിട്ടാൻ കുട്ടികൾക്ക് രോഗം ദുരിതരും അവർ പലതും സംഭവിക്കും. രോഗം കൊണ്ട് ഇന്ന് ആയുടെ വരാനറിഞ്ഞിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടിത്രയും രോഗം സംഭവിക്കുക? അവർ കഴിയുന്ന ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ രോഗാൻ വകുപ്പ് കാരണം അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഒരു വിഷയം തുടങ്ങിയതെങ്കിൽ നാമം ദുനിയാവിൽ ആഖിറത്താശത്തോ വസ്തുവും അല്ലാഹുവിന്റെ പേരോട് ബുദ്ധിമുട്ടിക്കുകയില്ലാന്ന് ഇതാണ്. അബൂദർദാഹ് റളിയല്ലാഹുവിനുള്ള സേവകിയായെന്ന് വിഷമെടുത്തു. 40 ദിവസക്കാലം വിഷത്താസു കാണാൻ കഴിയും. 40 ഭക്ഷണത്തിഷം കൊടുത്തു. അടിമപ്പെണ്ണ വിഷമപ്പോൾ 40 അബ്ദുറളിയല്ലാഹുവിനോട് പെണ്ണ് ചോദിക്കാൻ അമ്മ നിങ്ങൾ മനുഷ്യന്റെ താതെ എന്തെങ്കിലും ചോദിക്കാൻ കാരണം ഇല്ല. 40 ദിവസങ്ങൾക്ക് വിഷം തിരി നിങ്ങൾ മരിക്കുന്ന കാണുന്ന ഇവരോട് ചോദിച്ചതാണ് തന്നെ ലഭിച്ചതാണ്. ബഹുമാനപ്പെട്ട അബൂദർദാഹ് ഇരിക്കട്ടെ, മരിക്കാത്തതിൽ ഇങ്ങനെ എനിക്കിങ്ങനെ വിഷം തരുന്നത് ഒന്നുമില്ല. അപ്പോ അടിമാൻ വേണ്ടിയുള്ള പണിയെടുത്തതായിരിക്കും കരുതി അടിമനെ. എന്നിട്ട് അടിമയോട് പറഞ്ഞു ഒരു കാര്യമില്ലാക്കണം, ഞാൻ ഇത് ഭക്ഷണം എന്ന ബിസ്മി പറയാതെ ഞാൻ എങ്കിൽ പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞ വിശ്വാസം കഴിക്കും ബിസ്മിയിൽ ഷുഗർ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഭക്ഷണത്തെല്ലാം ഉണ്ടാവില്ല. എല്ലാവരുടെ റേറ്റൊക്കെ കേൾക്കണ്ടോ, അതേക്കുറിച്ച് ഞാൻ ഇടപെടുന്നില്ല. പാട്ടുണ്ടാവില്ല. ഇനി ഒരാൾക്ക് ഷുഗർ ഉണ്ടായിട്ടുണ്ട് ബിസ്മിയൊക്കെ ചൊല്ലിയിടാവില്ല. അത് ചിലപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയതോ മറ്റാ. ഞാൻ പറയുന്ന ഭക്ഷണത്തിന്റെ ജാറോപ്പിലൊരു ഭക്ഷണത്തിന്റെ ജാറോപ്പ് കൊളസ്ട്രോള് അത് ഉപാധിയോടുകൂടെയാണ്. വിശ്വാസപുറം ബിസ്മില്ലാക്ക് ഉണ്ടാവും. ഹജല്ല എന്റെ വകല്ലല്ലോ. ഹജി അബൂദർദാഹ് റളിയല്ലാഹു അങ്ങനെയാണ്. 4 വിഷം തിന്നിട്ടും പാവപ്പെട്ടവർക്ക് വിഷം നീണ്ടി കിർത്താസ് എടുത്തൊക്കെ സംഭവങ്ങൾ സഹോദരന്മാർ അറിഞ്ഞു വരുന്നത് എന്താണ്? ഈ പരിശീലിപ്പിക്കണം, ചെറിയ മക്കൾക്ക് പരിശീലിപ്പിക്കണം. ബിസ്മിയുടെ ാണ്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വെക്കുന്നില്ല. സൗകര്യമുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അതുപോലെ തന്നെ കൈ കഴുകിയിട്ടുണ്ടോ പരിശോധിക്കാം. എന്താ കാര്യോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹദ കുസുറ ബൈതിഹി ഫതവല്ല ഇദാ ഗിദാഉ സുമ്മ യുസ്ലാത്താ. ആർക്കെന്റെ വീട്ടിൽ ഹൈറുക്കണം താല്പര്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറ സമൃദ്ധി കളിയാണെന്ന് ആർക്ക് താല്പര്യമെങ്കിൽ ഭക്ഷണം ഒരു പ്രശ്നം ചെയ്യുക. ഭക്ഷണത്തിന് സമയാൽ ആ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴില്ല ഇട്ടുകേട്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോ
സാധാരണ നിസ്കാരത്തിന്റെ വുദുവല്ല. പിന്നെ പറഞ്ഞാൽ കൈ കഴുകുക, അങ്ങനെ മാറിച്ചിട്ടുണ്ട്. കൈ കഴുകിയാൽ ഇതിലുള്ള നിലനിൽക്കുന്നവര് സമൃദ്ധിയും വീട്ടിലും ഹൈറ് പേർ ആർക്കെങ്കിലും താല്പര്യം വർദ്ധിക്കുന്നുള്ളതാണ്. വീട്ടിലുള്ള ഹൈറുക്കും എപ്പോൾ സമയത്ത് കൈ കഴുകി മഹാനായ അല്ലാമു അദ്ദേഹം മാരിഫിൽ ചർച്ചക്കിട്ടുകൊണ്ട് എങ്ങനെയാണ് ഭക്ഷിക്കുമ്പോൾ കൈകാരണം കൊണ്ട് വീടക്കത്ത് വർദ്ധിക്കുന്നത്, സമൃദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട അത് വേറൊന്നുമില്ല, അത് അനുഭവിക്കുന്നതിന് അനുഗ്രഹക്ഷണം അന്ന ഭക്ഷണം ഉപയോഗത്തിന് മുമ്പ് തന്നെ അനുഗ്രഹദാതാവ് അല്ലാഹുവിനിപ്പിക്കുന്നു എന്നതാണ് കാരണം. മുമ്പെയുള്ള മര്യാദ ഭക്ഷണത്തോടാണ് നിർവഹിക്കുന്നത്, ബഹുമാനമാണ്. ആ അനുഗ്രഹദാത അല്ലാഹുവിനോട് ചെയ്യുമാണ്, അല്ല അല്ലാഹു നന്ദിയാണ്. ാക്കിയിട്ടുള്ള നിയമത്വം ആ ഭക്തി നന്ദി പ്രകാശിപ്പിക്കുന്നത് ആകുന്ന അനുഗ്രഹം ഉപയോഗിന് മുമ്പ് തന്നെ അത് വല്ലാ എഫക്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സൂര്യൻ ബഹുമാനപ്പെട്ടവർ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുവാത് ദാരിദ്ര്യമാർജനം ചെയ്യും. പെണ്ണുങ്ങള് ദാരിദ്ര്യം നിന്നും ദാരിദ്ര്യമാർജനം ചെയ്യുന്നതാണത് കൈ കഴുകിയോണ്ട് അങ്ങനെ കിട്ടുമെന്നൊക്കെ ആഗ്രഹിക്കുക. അതൊക്കെ ഇൻഷാല്ലാഹ് വേറെ തന്നെ. ഇത് ഇങ്ങനത്തെ കുറെ വിഷയം സാബിനോട് തിന്നിട്ട് ഇപ്പൊ പള്ളയില്ലാന്നാണ്, വള്ളം അറിയുന്നില്ല എന്ന് പറഞ്ഞു, വയം അറിയുന്നില്ല. റസൂല ചോദിച്ചു ഒറ്റ തിന്നാ അറിയണം, ഞാൻ ഒറ്റക്കാ തിന്നു. ഒറ്റല് അതിനെ വയറും അറിയില്ല. കൂടെ തിന്നുന്ന ആളെ തിന്നാല് നമ്മുടെ സ്വമായി ചിന്തിച്ചാ എന്താ മതി, ഉള്ള ഓരും കൂടി കൊര കൂടുമ്പോ ഒറ്റക്ക് തിന്നാല് നരാതില്ല ചെയ്യാ. പക്ഷെ ഇത്തോട് റസൂല പറഞ്ഞ കൂടെ തിന്നെന്താക്കും പിന്നിട്ട് റസൂല നന്ദി റസൂല സംഗതി ശരിയാണ്. ഇവിടെ തിന്നപ്പോൾ എന്റെ ഷിപ്പ് വയറ് നിറയാൻ തുടങ്ങിയതാണ്. എങ്ങനെ വന്നു കുറെ വിഷയങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് സബ്ജക്റ്റ് നമുക്ക് പറയാം. സൂചിപ്പിക്കുന്നത് എന്താണ്, വീട്ടിലുള്ള ഹൈറാൻ സമൃദ്ധാൻ ബറക്കത്ത് ആഗ്രഹമുള്ള കഴിക്കട്ടെ എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്ക ദാരിദ്ര്യത്തിൽ മർമ്മം ചെയ്യും. ഈ ഒരാളെണ്ണം കൊണ്ട് കുഞ്ഞുങ്ങളിലാൻ പറയണം, കുട്ടികൾ പറയണം. സുബ്ഹാനല്ലാഹ്, ിട്ട് വേണം കുട്ടി ഭക്ഷണത്തിലേക്ക് ഇരിക്കാൻ. എന്നമ്മ കുട്ടികൾ പഠിപ്പിച്ചു കൊടുത്താൽ സ്വാഭാവികമായും ആ കുട്ടിക്ക് ശാലായി നമ്മുടെ വീട് മദ്രസയായി പോയി. ആ ഒരു മദ്രസ പോയി സഹോദരി ജനങ്ങൾക്ക് സമൂഹത്തിന് പഠിപ്പിച്ചളുകൾക്ക് മായിക്കത്തിന്റെ പണിയുണ്ട് എന്ന് പറഞ്ഞത് മദ്രസയിൽ മക്കൾക്ക് അടുക്കളുള്ള വരിക്കുമുണ്ട്. അടുക്കള ഒരു പാലയാവാം എന്ന് മാത്രമല്ല ഒരു പരിശീലനവും കൂടും. മദ്രസയിലെ കുട്ടികൾ പാഠങ്ങൾ നടത്തി പരിശീലനമുണ്ട്. നമ്മമാരിപ്പം കൊടുക്കട്ടെ, നമ്മുടെ സ്വർഗം മടക്കുന്ന അടുക്കളയാവും. ഇതിനേക്കാൾ വലിയ വിഷയം ഞാൻ എന്റെ പുനാരോട് പറയാം. ഇത് മാത്രല്ല, ചിലവരെ വിസ്മിക്കുന്നത് പരിശീലിപ്പിക്കണേ, കായ് കെടുതും പരിശീലിക്കാറുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു ക്ഷണഫലവും കൂടെ കുട്ടികൾ ശീലിപ്പിച്ചു കാണാം. എന്താണെന്നോ, കുട്ടികൾ
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ നിലത്ത് പോകുമ്പോൾ പൊറുക്കിത്താൻ പരിശീലിക്കണം. അത് പൊക്കിത്തുന്ന കുട്ടികളെ ഇല്ലറ വിഷമല്ല, അത്രയും ഗൗരവമായ വിഷയമാണ്. നോക്കൂ സഹോദരനെ, പറഞ്ഞ ഒരു മഹാനായ ഇമാം റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അന്ന് മിനൽ കുബറയിൽ വരികയാണ്. എന്താണ് ഹദീസ്? മൻ അക്കല മാ സഖത് സറഫല്ലാഹു ജുനൂബ വജുദ വൽ ബറസ വൻ വബിഹി വലദി വൽ ഇലാ റാബിൽ ബൈത്തി. വീണ ഭക്തിനെ പൊറുക്കി അതിന് അവശിഷ്ടം നീക്കുന്നത് അതിനെ ഭക്ഷിച്ച അവനിൽ നിന്നുള്ള ഭ്രാന്ത് മാനസത്തെ അവനെ തൊട്ട് കിയും ജുദാമ കുഷ്ഠരെ വാൽബറസ പാണ്ഡിനെ വാൽ വലതി അവന് മാത്രമല്ല അവന്റെ സന്താന പരമ്പരകൾ അവന്റെ നേട് സ്വന്തമല്ല സന്താനങ്ങളുടെ സ്വന്തം ഇലാറാബിൽ അഹ്ലി 4 തലമുറ വരെ കുഷ്ഠരോഗം തുടങ്ങിയവയൊരുത്തിയാണ് നിലത്തുന്ന ഭക്ഷണങ്ങൾ അതിന്റെ മാലിന്യം നീക്കം ചെയ്തിട്ട് ഇന്നാന്നുള്ളത് എന്ന് ഷഫീ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാറ്. കുട്ടികൾക്ക് മാതൃക പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മദ്രസകൾ നമ്മുടെ അടുക്കള, നമ്മുടെ ഡൈനിങ് ടേബിളാകണം, ഒരു പരികേന്ദ്രമാകണം. എന്റെ സഹോദരന്മാർ പൊറുപ്പിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഭക്ഷണത്തിൽ നിന്ന് ഒരു വറ്റ് അരിമണിയുടെ അംശം താഴെ വീണതിന്റെ ഈ ഹദീസ് പറഞ്ഞു അതിന്റെ ഗൗരവമാണ് ഈ ഓവറിൽ നിന്ന് പറയുമെങ്കിൽ ഇത്രയും വലിയ ഓഫറാണല്ലോ. കുഷ്ഠനോ വെള്ളപ്പാന്ന് പറഞ്ഞാൽ അവിടെ സമാനം നമുക്ക് കൂട്ടാം, കേറും ഏഴും ഒക്കെ കൂട്ടാം. ലോകത്തിന് പണിന്റെ ഇടയിൽ പ്രത്യേകം എന്തുണ്ടാകുന്നതല്ല പറയുന്നത്. അത്രയും മാരകമായ ദുരന്തങ്ങളിൽ നിന്ന് രണ്ടേതാവത് അതാണ് അതിന്റെ അർത്ഥം. ഇത്രയും മാരകമായ നിന്ന് സുരക്ഷിത്വം നടിക്കാൻ മാറും പവറോ നിലത്ത് വീണത് എഴുതുക എന്നുള്ളത്. എങ്കിൽപ്പെട്ട ഉമ്മമാരെ ഞാനും ചോദിക്കും, നമ്മിന്റെ ഉള്ളില് പോയി തുറന്ന് നാളെ എടുക്കാൻ പറ്റുന്ന എത്ര സാധനങ്ങൾ അതിന്റെ ഉള്ളിലായി കിടക്കും ഒന്ന് തുറന്നു നോക്ക്. നിങ്ങൾ സ്വയമായി തുറന്നു നോക്കിയ നിങ്ങളെ സ്റ്റോറിൽ ഒന്ന് പോയി ഫ്രൂട്ട്സ് ശൂന്യമായി വയ്ക്കാൻ പറ്റാത്ത എത്ര സാധനങ്ങൾ വേസ്റ്റായി കിടക്കുന്നുണ്ട് ഒന്ന് പരിശോധിക്കും. ഒരു മനുഷ്യ താഴെ വീണ് പൊക്കി തിന്നാൽ മാത്രം ഫലമുണ്ടെങ്കിൽ വീണ് പോകുന്നതിന് ആക്കുന്നത് എത്രമാത്രം ഗൗരവമാണ് കാണുന്നത്. എങ്കിൽ പിന്നെ പിടിച്ചുകളിലും അതുപോലെ ഭാഗങ്ങളിലും അതുപോലെ നമ്മള് പിന്നെ ഭക്ഷിക്കുന്ന സ്ഥലത്തും സ്റ്റോറും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ എന്തെല്ലാം സാധനങ്ങൾ ഇഷ്ടായിപ്പോ ഭാഗവത്ത് കാണാൻ പ്രിയപ്പെട്ടവരെ ഞാൻ കേൾക്കുന്നു. റിപ്പോർട്ടിന് മാതൃകയാണ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മേലിൽ പ്രിയപ്പെട്ടവാകും കുറ്റങ്ങളൊക്കെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കടന്നു വരും വീട്ടിന്റെ ചുമേൽ ഒരു ഉണങ്ങിയ പരിയുടെ ചെറിയ പൊട്ട് ഒരു ചെറിയ ഉണക്കയുടെ കഷ്ണം വീട്ടിന്റെ മതങ്ങൾ കാണാതെയായി. ആ ഉണക്കപ്പി കഷ്ണത്തിൽ പിടിപാറിയിട്ടുണ്ട്. പഴയ പഴകിയ ഉണക്കപ്പെട്ടായിരിക്കും.
അതിന് മേൽ പൊടി പോണ്ട്. ഇത് റസൂൽ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബലഹാ വവലഹാ ഐനൈഹി. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആനപ്പൊട്ടി ആ പത്തിരിയുടെ കഷ എടുക്കുകയാ. ഇതിനെ ലഭിത ചുംബിക്കുകയാണ്. നിങ്ങൾ രണ്ട് കണ്ണുകൾക്കിടയിൽ ആ ഭരണപ്പൊട്ടിരിക്കുകയാ. സൂര്യങ്ങൾ എത്ര ബഹുമാന പറ്റി കാണിക്കണേ. ഉണക്കപ്പിടപ്പു ആ ചുരേ കണ്ടപ്പോ ആർത്തിനേതാവ് അവരെടുത്തു കൊണ്ടിച്ച് ചെവിക്കടി കണ്ടുകൾക്കിടയും വെച്ച് ആ വിധിയിലേക്ക് കൊണ്ടുപോയി അതവതല്ല അള്ളാഹുവിന്റെ അകത്തുള്ള ബന്ധം നന്നാക്കണേ. അള്ളാഹുത്താലത്തുള്ള അകത്തോടുള്ള ഇടവാൻ കൊച്ചല്ല അതിരക്കല്ലേ പൊന്നം കല്ലമാർത്തന്നയിൽ കമ്മൊരു പിള്ളേരിൽ അത് ഓടിപ്പോയാൽ അല്ലാതെ അനുഗ്രഹമാർജനം ചെയ്യപ്പെട്ടു പോയാൽ ഓരോ കേടുകളുടെ പരിണിത ഫലമായി അല്ലന്റെ വഴിതിരിച്ചു വിട്ടാൽ കാലത്തെടുത്തവരിലേക്ക് മടങ്ങാൻ പ്രയാണികട്ടോ. എത്തുമാണ് സൗര്യന്മാരെ. ഇവിടെ എല്ലാ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കിടന്നുപോയിട്ടും ചിന്തിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത് എത്ര കൃത്യമായി നോക്ക്. റസൂലുള്ളാഹി അലൈഹി വസല്ലമയാണ് ഇതാ ഇമാം റളിയല്ലാഹു ഹദീസാണ്. ഇതൊന്നും വഈഫല്ല. പറഞ്ഞത് വല്ല വൈഫുണ്ടോ എന്ന് സമണ്ട. ഇമാം മുസ്ലിം റളിയല്ലാഹു ഒട്ടേന്ന് ഹദീസ് ഇദാ ലുക്മത്തു അഹദിക്കും ഫല്ലഹാ വയുമിത്തു മാ കാന ബിയാമി ഒരാളുടെ ബട്ടപ്പൊട്ടി വീണുപോയ ഭക്ഷണത്തിന്റെ ഒരു ലുക്കും ഒരു ഭക്ഷണം എപ്പം ഭക്ഷണത്തി ഇതൊക്കെ നൽകുന്നു പോയാൽ അവൻ അതിനെ എടുക്കട്ടെ. എടുക്കുമിത്തുമാക്കാന ബിയാം അവൻ എടുക്കട്ടെ പറഞ്ഞത് ആ പ്ലേറ്റ് വേറെ പ്ലേറ്റ് എല്ലാം നമ്മള് സ്വർണ്ണത്തളിയെ പോലുള്ള വീണനക്കും അങ്ങനല്ല. അതിന് ചേല മാറി പറ്റിയിട്ടുണ്ടാവും.